السلام عليكم ورحمة الله وبركاته. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. أحمده حمدا بلا أحد. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. സ്നേഹധരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പറയുവാനും കേൾക്കുവാനും സമയവും സന്ദർഭവും നമുക്കനുകൂലമായി ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഈ പ്രദേശത്ത് ഇതുപോലൊരു പ്രോഗ്രാമിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. പുളിക്കൽ എന്ന പ്രദേശം നമ്മുടെ ഈ ആദർശ കൂട്ടായ്മയുടെ വളരെ സുപ്രധാനമായ ഒരു ഇടമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്നുള്ളത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നൊരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ വിശ്വാസ ദുർബലത, കാരണങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ പ്രോഗ്രാമിൻ്റെ സംഘാടകർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വളരെ വിശാലമായ ഒരു വിഷയമാണെങ്കിലും നമ്മൾ ഓരോരുത്തരും ഗൗരവമായി മനസ്സിലാക്കേണ്ട ചില ഓർമ്മപ്പെടുത്തലുകളാണ് എൻ്റെ സംസാരത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഇമാം ഹാക്കിമും തൊബ്രാനിയും ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹാണ് എന്ന് രേഖപ്പെടുത്തിയ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വാചകമാണ്, ഇന്നൽ ഈമാന ലയഖ്ലുക ഫി ജൗഫി അഹദികും കമാ യഖ്ലുക ثوب ഐ
യബ്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, നമ്മുടെ വസ്ത്രം ഞുരുമ്പുന്നത് പോലെ, നമ്മളൊരു വസ്ത്രം വാങ്ങി ആ വസ്ത്രം കേടുവരുന്നത് പോലെ, നുരുമ്പിപ്പോകുന്നത് പോലെ ഒരു മനുഷ്യൻ്റെ ഈമാൻ അത് കുറഞ്ഞു പോകും, അത് നശിച്ചു പോകും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. പ്രവാചകൻ തിരുമേനി വീണ്ടും പറഞ്ഞു, അതുകൊണ്ട് തന്നെ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം, ഫസ്അലുല്ലാഹ അൻ യുജദ്ദിദൽ ഈമാന ഫി ഖുലൂബിക്കും. നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹുവിനോട് നിങ്ങൾ ഈമാൻ നശിക്കാതിരിക്കാൻ, നഷ്ടമാകാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഈമാനിനെ നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈമാൻ വർദ്ധിക്കാൻ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. യഥാർത്ഥത്തിൽ ഈ ഹദീസിന്റെ ഷറഹിൽ പണ്ഡിതന്മാർ പറയുന്നത്, ഈമാനിന്റെ വർധനവിന് വേണ്ടി പ്രാർത്ഥന മാത്രം പോരാ എന്നുള്ളതാണ്. ഒരാൾ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം ഒരാളുടെ ഈമാൻ വർദ്ധിക്കുകയില്ല. മറിച്ച് നമ്മുടെ ഈമാൻ വർദ്ധിക്കാനുള്ള പ്രവർത്തികൾ കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോഴാണ് നമ്മൾ ഈമാനുള്ള ആളുകളാകുന്നത്. ഈമാനുള്ള ആളുകളാകാൻ അള്ളാഹുവിലുള്ള വിശ്വാസമുണ്ടാകണം. ആ വിശ്വാസമനുസരിച്ചുള്ള പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ പ്രവർത്തികളിൽ കുറവ് വരുമ്പോൾ നമ്മുടെ ഈമാനിൽ കുറവ് വരും. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, അൽ ഈമാനു യസ്ദാദു വയൻഖുസു എന്നാണ്. അൽ ഈമാൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യും? യസ്ദാദു, അത് വർദ്ധിക്കും. അതേപോലെ തന്നെ അത് കുറയുകയും ചെയ്യും. ഈമാനിന് വർധനവുണ്ട്, ഈമാനിന് കുറവുണ്ട്. ഇമാം ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കുന്നുണ്ട്, അനിൽ ഈമാൻ, ഈമാനിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, അൽ ഈമാനു യസീദു വയൻഖുസ്, ഈമാന് കുറയുകയും കൂടുകയും ചെയ്യും. ഫമൻ സഅമ അന്നൽ ഈമാന യസീദു വല യൻഖുസ് ഫഹുവ സാഹിബുൽ ബിദ്അ. അതാണ് ഇമാം ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാചകം. ഇത് മുർജിയാക്കളുടെ വിശ്വാസവുമാണ്. എന്താ അദ്ദേഹം പറയുന്നത്? ഈമാൻ കൂടും കുറയും. എന്നാൽ ഒരാൾ വാദിക്കുകയാണ്. എന്താ വാദിക്കുന്നത്? ഫമൻ സഅമ അന്നൽ ഈമാന യസീദു, ഈമാൻ വർദ്ധിക്കുമെന്നൊരാൾ വാദിച്ചു. ഈമാൻ വർധനവുണ്ടാകും. വല യൻഖുസു, ഈമാൻ കുറയുകയില്ല. ഈമാൻ ഒരാൾ ഈമാനുള്ള ആളായാൽ പിന്നെ അയാൾക്കൊരു പ്രശ്നമല്ല, അയാൾ ഈമാനിന് എന്തില്ല, കുറവ് സംഭവിക്കില്ല എന്ന് വാദിക്കുകയാണ് എങ്കിൽ ഫഹുവ സാഹിബു ബിദ്അ, അവൻ ബിദ്അത്തിന്റെ ആളാണ്, അവൻ ബിദ്അത്തിന്റെ കൂട്ടുകാരനാണ്. അപ്പൊ എന്താ നമ്മുടെ അഖീദ? എന്താണ്? അഹ്ലുസുന്നയുടെ ആദർശമാണ്, അഹ്ലുസുന്നയുടെ അഖീദയാണ്, ഈമാൻ വർദ്ധിക്കും, ഈമാൻ കുറയുകയും ചെയ്യും. മുസ്ലിമായ മനുഷ്യന് ഇതൊക്കെ സംഭവിക്കാം. ഈമാനിൽ ചില സമയങ്ങളിൽ വലിയ വർധനവുണ്ടാകും, ചില സമയങ്ങളിൽ എന്ത് സംഭവിക്കും? അതിന് കുറവ് സംഭവിക്കും. മഹാന്മാരായ പണ്ഡിതന്മാർ ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ വാചകത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇമാം ഔസാഇ പറഞ്ഞല്ലോ ഈമാനിന് കുറവുണ്ട്, അതേപോലെ തന്നെ കൂടുതലുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് അതെ, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അപ്പൊ വീണ്ടും അവർ ചോദിച്ചു, എന്താണ് ഈമാനിന്റെ വർധനവ്, എന്താണ് ഈമാനിന്റെ കുറവെന്താണ്? ആ ചോദ്യത്തിന് പണ്ഡിതന്മാർ കൊടുത്ത മറുപടി, മഹാനായ ഉമൈർ ബിൻ ഹബീബ് റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത മറുപടി, ഇദാ ദകർനല്ലാഹ വഹമിദനാഹു വസബ്ബഹനാഹു ഫദാലിക സിയാദതുഹു. നമ്മൾ അല്ലാഹുവിനെ ഓർക്കുന്നതിലൂടെ, അവന് തസ്ബീഹ് നടത്തുന്നതിലൂടെ, അവനെ സ്തുതിക്കുന്നതിലൂടെ, അത്തരം പ്രവർത്തികളിൽ ഒരാൾ വ്യാപൃതനാകുമ്പോൾ അയാളുടെ ഈമാൻ വർദ്ധിക്കും, അയാളുടെ ഈമാനിൽ വർധനവുണ്ടാകും. എന്നാലോ വഇദാ ഗഫൽനാ വദയ്യഅനാ വനസീനാ ഫദാലിക നുഖ്സാനുഹു, അശ്രദ്ധനായി ഒരാൾ ഇബാദത്തുകളിൽ മടി കാണിക്കുന്നു, അതേപോലെ തന്നെ അള്ളാഹുവിനെ ഓർക്കാൻ, അള്ളാഹുവിനെ സ്മരിക്കാൻ, ദിക്ർ ചൊല്ലാൻ, ഇതിനൊന്നും താല്പര്യമില്ലാത്ത അവസ്ഥ വരികയാണ്. അതെന്താണ്? അത് ഈമാനിന്റെ കുറവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് മഹാനായ ഉമൈർ ബിൻ ഹബീബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഞാൻ ഈ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കൊണ്ടുവരാനുള്ള കാരണം, ഒന്നിവിടെ ഒരു അഖീദയുണ്ട്, നമ്മുടെ ഒരു ആദർശമുണ്ട്. എന്താ ആദർശം? എന്താ? അഹ്ലുസുന്നയുടെ ആദർശമാണ് ഈമാനിന് വർധനവുണ്ടാകും, ഈമാനിന് കുറവുണ്ടാകും. അതങ്ങനെ തന്നെ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. കാരണം ഇസ്ലാമിൽ നിന്ന് പിഴച്ചുപോയ കക്ഷികളുടെ വാദമാണ് ഈമാനിന് മാറ്റം സംഭവിക്കൂല, കുറവ് സംഭവിക്കൂല, ഈമാനിന് വർധനവ് മാത്രമേ ഉണ്ടാകുള്ളൂ. മുർജിയാക്കളെ പോലുള്ള ആളുകൾ അത്തരത്തിൽ വാദം ഉന്നയിച്ച ആളുകളാണ്.
അതുകൊണ്ട് തന്നെ അവിടെ ഒരു അഖീദയുടെ, നമ്മുടെ ഇന്നത്തെ വിഷയത്തിൽ നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തൻ്റെ സഹോദരങ്ങളോട്, അസ്ഹാബുകളോട് പറയാറുണ്ട്, ഹലുമ്മു നസ്ദാദു ഈമാനന, നിങ്ങൾ വരൂ, നമുക്കൊന്ന് ഒരുമിച്ചിരിക്കാം, നമ്മുടെ ഈമാനിനെ നമുക്കൊന്ന് വർദ്ധിപ്പിക്കാം. ഈമാൻ കൂടുന്ന, ഈമാനിന് വർധനവ് നൽകുന്ന പ്രവർത്തികളിൽ നമുക്ക് ഏർപ്പെടാം. എന്നിട്ട് അവരെന്തു ചെയ്യും? അവർ അള്ളാഹുവിനെ ഓർത്തും അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കും, അള്ളാഹുവിനെ കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അതിലൂടെ അവർക്ക് എന്ത് ലഭിക്കും? ഈമാനിൽ വർധനവുണ്ടാകും. എന്തിനാണ് നമ്മൾ വിജ്ഞാനവേദി സംഘടിപ്പിക്കുന്നത്? എന്തിനാണ് നമ്മൾ ഖുർആൻ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്? എന്തിനാണ് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും ജുമാഅക്ക് പള്ളിയിൽ പോകുന്നത്? എന്തിനാണ് നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? ദീനിനെ കുറിച്ച് കേൾക്കണമെന്ന് എന്തിനാ പറയുന്നത്? അത് നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്, ഈമാനിൽ വർധനവുണ്ടാകാൻ വേണ്ടിയാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ സിദ്നി ഈമാനൻ വയഖീനൻ വഫിഖ്ഹാ. അല്ലാഹുമ്മ സിദ്നി ഈമാന, പടച്ചോനെ ഈമാനിനെ നീ എന്ത് ചെയ്യണം? വർദ്ധിപ്പിച്ചു തരണം, ഈമാനിൽ വർധനവ് നൽകണം. അതേപോലെ തന്നെ യഖീനും ഉണ്ടാകണം, ഉറപ്പുണ്ടാകണം. ആ ദീനിൽ, ഈമാനിൽ ഉറച്ചു നിൽക്കാൻ പറ്റണം. ഞാൻ ആ മേഖലയിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫിഖ് ഉണ്ടാകണം, അവഗാഹം ഉണ്ടാകണം, അറിവുണ്ടാകണം ദീനിൽ. അതിനുവേണ്ടി മഹാന്മാരായ പണ്ഡിതന്മാര് പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ഈമാൻ വർദ്ധിക്കാം, നമ്മുടെ ഈമാൻ കുറയാം. അതുകൊണ്ട് തന്നെ ഈമാൻ വർദ്ധിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് പഠിക്കുകയും ഈമാനിൽ നിന്ന് കുറവ് സംഭവിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യൽ വിശ്വാസികൾ അനിവാര്യമായും ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഈമാൻ വർദ്ധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ എന്ത് ചെയ്യും? നമ്മുടെ ഈമാനിൽ വർധനവുണ്ടാകും. ഈമാൻ നശിപ്പിക്കുന്ന, ഈമാനിനെ ശോഷണം സംഭവിക്കുന്ന, കുറവ് സംഭവിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാറി നിൽക്കാനും പറ്റും. അപ്പം അത്തരം ചില കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്നാമത്തെ വിഷയം അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കുക. ഈമാൻ വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കിയാൽ മതി, അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ അറിഞ്ഞാൽ മതി. മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ നബി പറയുന്നത്? ദാഖ തഅമൽ ഈമാനി മൻ റദിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ റസൂലാ. ഹദീസിന്റെ ആദ്യത്തെ വാചകം എന്താ? ദാഖ തഅമൽ ഈമാൻ. ഈ പ്രവാചക തിരുമേനി പറഞ്ഞു, എന്താ പറഞ്ഞത്? അള്ളാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ ദീനായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായും തൃപ്തിപ്പെട്ടവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചിരിക്കുന്നു. അപ്പൊ ഈമാനിന്റെ മാധുര്യം നുകരാൻ, ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ അള്ളാഹുവിനെ റബ്ബായി നമ്മൾ അംഗീകരിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ പ്രവാചകനായി, പരിശുദ്ധമായ ഇസ്ലാമിനെ ദീനായി അംഗീകരിക്കണം. ഇതാണ് ഈമാനിന്റെ മാധുര്യം നുകരാനുള്ള ഒന്നാമത്തെ വഴി. അതുകൊണ്ടാണ് ഞാൻ അള്ളാഹുവിനെ അറിയണമെന്ന് പറഞ്ഞത്. അള്ളാഹു നമ്മുടെ ആരാധ്യനാണ് എന്ന് നമുക്കറിയാം. അവനാണ് നമ്മളെ പടച്ചത്, അവനാണ് നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, അവനാണ് നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള അള്ളാഹുവിനെ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായി കൊണ്ട് പഠിക്കണം. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീത്തുകളിലും അള്ളാഹുവിന് ഉത്കൃഷ്ടമായ നാമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. 99 നാമങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഹദീസ് പ്രകാരം ഇന്ന ലില്ലാഹി തിസ്അതൻ വതിസ്ഈന ഇസ്മ, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? 99 നാമം മാത്രമല്ല, അതിലേറെയുണ്ട്. അങ്ങനെ ക്ലിപ്തിപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് നമ്മൾ പഠിച്ച ആൾക്കാരാണ്. അള്ളാഹുവിന് ധാരാളം നാമമാണ്, നമുക്കറിയില്ല എത്ര ഉണ്ട്, നമുക്കറിയാം. പക്ഷേ പഠിപ്പിക്കപ്പെട്ട 99 നാമങ്ങളുണ്ട്. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ തന്നെ 99-ലധികം നാമങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. 150ഓളം നാമങ്ങളെ എണ്ണിപ്പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ പറയുമ്പോൾ 150ഓളം നാമങ്ങൾ എണ്ണിപ്പഠിപ്പിച്ച പണ്ഡിതന്മാരുണ്ട്. നമ്മുടെ വിഷയം അതല്ല. എന്തിനാ ഈ നാമങ്ങളെക്കുറിച്ച് നമ്മൾ എന്തിനാ പഠിക്കണം? എന്തിനാ സഹോദരങ്ങളെ? അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ വർദ്ധിക്കുക, നമ്മുടെ ഈമാനിൽ വർധനവുണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പം അള്ളാഹുവിൻ്റെ ഒരു പേരാണ്, അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് അള്ളാഹു ഷാക്കിറാണ്. അള്ളാഹു ഷാക്കിറാണ് എന്നുള്ള ഒരു നാമം. എന്താ അള്ളാഹു ഷാക്കിറാണ് എന്ന് പറഞ്ഞാൽ? അള്ളാഹു നമ്മോട് നന്ദി കാണിക്കുന്നവനാണ്, ശുക്ർ ചെയ്യുന്നവനാണ്. നമ്മൾ നന്ദി കാണിക്കേണ്ട ആളുകൾ, നമ്മൾ റബ്ബിന് ശുക്ർ ചെയ്യേണ്ട ആൾക്കാരാണ്. പടച്ചവനാരാ? അവൻ അവൻ്റെ ഇബാദുകളോട്, അടിമകളോട് ഷാക്കിറാണ്, നന്ദി കാണിക്കുന്നവനാണ്. നമുക്കിതിൻ്റെ അർത്ഥം അറിയുമോ? അള്ളാഹു നന്ദി കാണിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്?
എന്താണ് അതിൻ്റെ ആശയം? എന്താണ്? 4 കാര്യങ്ങൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷാക്കിറാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമെന്നാണ് ഒന്നാമത്തെ അർത്ഥം. അല്ലാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കും. രണ്ടാമത്തെ അർത്ഥം അല്ലാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയും ആ കർമ്മം ചെയ്തയാളെ തൃപ്തിപ്പെടുകയും ചെയ്യും. അതാണ് അതിൻ്റെ ആശയം. മൂന്നാമത്തെ ആശയം എന്താ? ആ കർമ്മം ചെയ്തയാളെ അല്ലാഹു പ്രശംസിക്കും. അല്ലാഹു പ്രശംസിക്കും. നാലാമത്തെ കാര്യം എന്താ? അല്ലാഹു അവന് മഹത്തായ അജ്ർ നൽകും, പ്രതിഫലം നൽകും. അല്ലാഹു ഷാക്കിറാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ. എന്തൊക്കെയാണ്? ഒന്ന്, അല്ലാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കും. അല്ലാഹു നമ്മളെ അല്ലാഹു നമ്മളെ തൃപ്തിപ്പെടും. അല്ലാഹു നമ്മളെ പ്രശംസിക്കും. അല്ലാഹു നമുക്ക് അജ്ർ നൽകും. ഒരു പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടെ വിശദീകരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാട്ടിടയനായ മനുഷ്യൻ അയാളുടെ തലയിലൊക്കെ ശരീരത്തിലൊക്കെ മണ്ണ് പുരണ്ട്, ചെളിയൊക്കെ പുരണ്ട് ആടിനെ നോക്കുന്ന മനുഷ്യനാണ്. മരുഭൂമിയുടെ വിജനതയിൽ ഒരാളിങ്ങനെ ആടിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അയാൾ ബാങ്ക് കേട്ടു. പള്ളിയിൽ നിന്നല്ല, അയാൾ ബാങ്ക് കേട്ടു. ബാങ്കിന്റെ സമയമായി ബാങ്ക് കേട്ടു. ബാങ്ക് കേട്ട ആ സമയത്ത്, അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കേണ്ട സമയത്ത് അയാൾ എന്ത് ചെയ്തു? അയാൾ ബാങ്ക് വിളിച്ചു. അയാൾ ഉറക്കെ ബാങ്ക് വിളിച്ചു. എന്നിട്ട് അയാൾ നമസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങി, നമസ്കരിക്കാൻ വേണ്ടി തയ്യാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഫയഖൂലുല്ലാഹു, ആ നമസ്കാര സമയമായപ്പോൾ ബാങ്ക് വിളിച്ച നമസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങിയ മനുഷ്യനെ ചൂണ്ടി അല്ലാഹു പറയും. എന്താ അല്ലാഹു പറയുന്നത്? ഉൻദുറു ഇല അബ്ദി, എന്റെ അടിമയെ നോക്കൂ. ഹാദാ യുഅദ്ദിനു വയുഖീമുസ് സ്വലാ, അയാൾ നമസ്കാരത്തിന്റെ സമയമായപ്പോൾ ബാങ്ക് വിളിച്ചു, അയാൾ നമസ്കാരം നിർവഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് അയാൾ അത് ചെയ്യുന്നത്? അയാൾ എന്നെ ഭയപ്പെട്ടത് കൊണ്ടാണ്, എന്റെ കൽപ്പന ഉണ്ടായത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഫഖദ് ഗഫർതു ലി അബ്ദി വഅദ്ഖൽതുഹുൽ ജന്ന, ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കുന്നു, ഞാൻ അവന് സ്വർഗം നൽകുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് അല്ലാഹു ഷാക്കിറാണെന്ന് പറഞ്ഞാൽ. ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ അതിൽ വന്നു. എന്താ ഇയാൾ ചെയ്തത്? ഈ ആട്ടിടയനായ മനുഷ്യൻ ചെയ്ത കാര്യം എന്താ? അയാൾ നമസ്കാരത്തിന്റെ സമയമായപ്പോൾ അയാൾ ബാങ്ക് കൊടുത്തു, നിസ്കരിക്കാൻ റെഡിയായി. ആ ഇബാദത്ത് ചെയ്ത അടിമയോട് അല്ലാഹു ശുക്ർ കാണിക്കുകയാണ്, അല്ലാഹു ശുക്ർ ചെയ്യാണ്. അയാൾക്ക് അല്ലാഹു അയാളോട് ഷാക്കിറാവുകയാണ്. എന്താ അല്ലാഹു ചെയ്തത്? ഒന്ന്, മലക്കരോട് അല്ലാഹു പറഞ്ഞു, ഉൻദുറു ഇലാ അബ്ദി, എൻ്റെ അടിമയെ നോക്കൂ. അയാളെ മഹത്വപ്പെടുത്തണം, അയാളെ പ്രശംസിക്കുകയാണ്. മലക്കുകളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പ്രശംസിച്ചു. എന്നിട്ടോ അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുത്തു. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടു അയാളെ. അല്ലാഹു അയാൾക്ക് മഹത്തായ പ്രതിഫലം കൊടുത്തു. എന്താ പ്രതിഫലം? വഅദ്ഖൽതുഹുൽ ജന്ന, അത് കാരണം അയാൾക്ക് സ്വർഗം കിട്ടി എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് അല്ലാഹു ഷാക്കിറാണെന്ന് പറഞ്ഞാൽ. നോക്കൂ നിങ്ങൾ, ഈ കൂട്ടത്തിൽ മയ്യത്ത് കുളിപ്പിച്ച ആൾക്കാരുണ്ടാവും. മയ്യത്ത് കുളിപ്പിച്ച ആളുകൾ എന്താ? മയ്യത്ത് കുളിപ്പിച്ച ആളുടെ പ്രതിഫലം എന്താ? അല്ലാഹു ഷാക്കിറാണ് എന്നത് മനസ്സിലാക്കണമെങ്കിൽ ആ ഹദീസ് വായിച്ചാൽ മതി. മയ്യത്ത് കുളിപ്പിക്കുന്ന വ്യക്തിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഗസ്സല മയ്യിതൻ ഫകതമ അലൈഹി ഗഫറല്ലാഹു ലഹു 40 മറ. ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താ ഹദീസിന്റെ പ്രയോഗം? മൻ ഗസ്സല മയ്യിതൻ, ഒരാൾ മയ്യത്ത് കുളിപ്പിച്ചു, ഫകതമ അലൈഹി, എന്നിട്ട് ആ മയ്യത്തിന്റെ ന്യൂനതകളൊക്കെ മറച്ചു വെച്ചു. അതൊരു കണ്ടീഷനാണ്. മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല? മയ്യത്തിന്റെ ന്യൂനതകൾ പറയാൻ പാടില്ല. അങ്ങനെയാണെങ്കിലോ ഗഫറല്ലാഹു ലഹു 40 മറ, അല്ലാഹു അയാൾക്ക് 40 വട്ടം പുറത്തു കൊടുക്കുന്നു. 40 തവണ അല്ലാഹു അയാൾക്ക് പുറത്തു. നോക്കൂ നിങ്ങൾ, ഒരു മയ്യത്ത് കുളിപ്പിക്കാൻ നമ്മുടെ ജീവിതത്തിൽ എത്ര സമയം വേണം? ഒരു ചെറിയ കർമ്മമാണ് നമ്മൾ ചെയ്യുന്നത്. അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറിന്റെ താഴെ എടുക്കുന്ന ഒരു കർമ്മം ചെയ്യുമ്പോൾ റബ്ബ് നമുക്ക് നൽകുന്ന പ്രതിഫലം എന്താണ്? 40 തവണ അല്ലാഹു നമുക്ക് പുറത്തു തരും. അതാണ് അല്ലാഹു ഷാക്കിറാണ് എന്ന് പറഞ്ഞാൽ. തീർന്നില്ല. മറ്റൊരു ഹദീസിൽ കാണാം, വമൻ കഫനഹു കസഹുല്ലാഹു യൗമൽ ഖിയാമ മിൻ സുൻദുസിൻ വഇസ്തബ്റഖിൽ ജന്ന. ഒരാൾ മയ്യത്തിനെ കഫൻ ചെയ്തു. അങ്ങനെ കഫൻ ചെയ്യുകയാണ് എങ്കിൽ, കഫൻ പുടവ മയ്യത്തിനെ ധരിപ്പിക്കുകയാണെങ്കിൽ അയാൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? ദുനിയാവിൽ മരണപ്പെട്ട ഒരു മനുഷ്യനെ, വെള്ള വസ്ത്രം കൊണ്ട് പൊതിഞ്ഞ മനുഷ്യനെ നാളെ അല്ലാഹു സ്വർഗത്തിൽ സ്വർഗീയമായ ഉടയാടകൾ നൽകി അനുഗ്രഹിക്കുമെന്നാണ്. സ്വർഗീയമായ ഉടയാടകൾ നൽകും. മയ്യത്തിന് ദുനിയാവിൽ കഫൻ ചെയ്ത മനുഷ്യന് നാളെ പരലോകത്ത് എന്ത് ചെയ്യും? സ്വർഗീയമായ ഉടയാടകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞു, ഒരാൾ മയ്യത്തിനെ മറമാടുകയാണ്. നമ്മുടെ നാട്ടിൽ പ്രളയമുണ്ടായി,
ഉരുൾപൊട്ടലുണ്ടായി വയനാട് ജില്ലയിൽ. അതിൻ്റെ 2ാമത്തെ ദിവസം ഞാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഒക്കെ അവിടെ സന്ദർശിച്ചിരുന്നു. അവിടെ ഒരു പള്ളിയുടെ സമീപത്ത് ചെന്നു ഞങ്ങൾ. ആ പള്ളിയുടെ സമീപത്ത് കുറേ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. അവിടേക്കാണ് മയ്യത്തുകളൊക്കെ കൊണ്ടുവരുന്നത്. മയ്യത്തൊക്കെ അവിടെ നിന്നാണ് ആളുകൾ മയ്യത്ത് നമസ്കരിക്കുന്നു, അവിടെ നിന്ന് എടുക്കുന്നു, കൊണ്ടുപോയി അതിൻ്റെ സമീപത്തുള്ള മഖബറയിൽ ഖബർസ്ഥാനിൽ എന്ത് ചെയ്യുന്നു, മയ്യത്ത് മറമാടാണ്. ഞാൻ പറഞ്ഞത് വയനാട് ജില്ലയിലെ പ്രളയമുണ്ടായ സമയത്ത്, ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് അവിടെയുള്ള പള്ളിയിലേക്ക് മയ്യത്തുകൾ ഇങ്ങനെ കൊണ്ടുവരികയാണ്. അവിടുന്ന് മയ്യത്ത് നമസ്കാരം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ മയ്യത്തുകൾ മറമാടുന്നുണ്ട്. അപ്പോൾ ആ പള്ളിയുടെ സമീപത്തൊരു ചെറുപ്പക്കാരനെ കണ്ടു. അപ്പോൾ അയാളെ പരിചയപ്പെട്ട് അയാളോട് സംസാരിക്കാൻ തുടങ്ങി. അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്ന, എന്തിനാ ഈ പള്ളീൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ കാരണം എന്താ? അപ്പം അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ ദുരന്തമുണ്ടായ സ്ഥലത്താണ് എൻ്റെയും വീടുള്ളത്. എൻ്റെ വീടൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ നിന്ന് 4 ആളുകൾ അവരെ ഇതുവരെ കണ്ടിട്ടില്ല. ചില ആളുകൾക്ക് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്, എന്തിനാ? അപ്പം അയാൾ പറഞ്ഞ വാചകം, ഞാനിവിടെ വന്ന് നിൽക്കുന്നത്, ഇവിടെയാണ് എല്ലാവരുടെയും മയ്യത്ത് മറമാടുന്നത്. അതുകൊണ്ട് തന്നെ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞാൽ ആ മയ്യത്തെടുത്ത് ഖബർസ്ഥാനിൽ കൊണ്ടുപോയി ഖബറിലേക്ക് മയ്യത്ത് ഇറക്കി വെക്കുന്ന പണിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദുരന്തത്തിൻ്റെ മുഖത്ത് അയാൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട്. ആ നഷ്ടങ്ങളൊക്കെ ഉണ്ടായ സമയത്തും അയാൾ ചെയ്യുന്ന എന്താ, ആ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുകയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളൊരു മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല അറിവുണ്ടോ? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വല്ല ധാരണയുണ്ടോ? അപ്പം അയാൾ പറഞ്ഞില്ല, പ്രതിഫലം ഉണ്ട് എന്നറിയാം, പക്ഷെ എന്താ പ്രതിഫലം എന്നറിയില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ വാചകം, അല്ലാഹു ഷാക്കിറാണ്, അല്ലാഹു നന്ദി കാണിക്കുന്നവനാണ്, നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് കണക്കില്ലാതെ പ്രതിഫലം നൽകുന്നവനാണ്. അപ്പം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്താണ് ഒരു മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന മനുഷ്യന്റെ പ്രതിഫലം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു മനുഷ്യൻ മരണപ്പെട്ട് ആ മനുഷ്യന്റെ മയ്യത്ത് ഒരാൾ ഖബറിലേക്ക് ഇറക്കി വെക്കുകയാണ് എങ്കിൽ ആ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ അറിയോ? നമ്മൾ ദുനിയാവിൽ ഒരാൾക്കൊരു വീടുണ്ടാക്കി കൊടുത്തു. ദുനിയാവിൽ നമ്മൾ താമസിക്കാൻ വേണ്ടി ഒരാൾക്കൊരു വീടുണ്ടാക്കി കൊടുത്തു. ആ വീട്ടിൽ എത്ര കാലം, ലോകം അവസാനിക്കുന്നത് വരെ ആ മനുഷ്യൻ താമസിച്ചാൽ എത്ര പ്രതിഫലമാണോ നമുക്ക് ലഭിക്കുക, അതേ പ്രതിഫലം ഒരു മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന മനുഷ്യനുണ്ട് എന്നാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എത്ര വലിയ പ്രതിഫലമാണ്. ഇതാണ് അല്ലാഹു ഷാക്കിറാണെന്ന് പറഞ്ഞാൽ. നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക്, നാം ചെയ്യുന്ന സുഹൃതങ്ങൾക്ക് കണക്കില്ലാതെ പ്രതിഫലം നൽകുന്നവൻ. അപ്പൊ അള്ളാഹുവിനെ അറിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഈമാൻ വർദ്ധിക്കും. എനിക്ക് വലിയ പ്രതിഫലം നൽകുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈമാൻ വർദ്ധിക്കണമെങ്കിൽ എന്തു വേണം? നമ്മൾ അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയണം, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കണം. നമ്മളെന്തിനാ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചെല്ലുന്നത്? സയ്യിദുൽ ഇസ്തിഗ്ഫാർ എല്ലാ രാവിലെയും വൈകുന്നേരം ചെല്ലുന്ന എന്തിനാ? അതിനൊരു പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു പ്രതിഫലമുണ്ട്. എന്താ പ്രതിഫലം? ഒരാൾ രാവിലെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ വൈകുന്നേരത്തിന്റെ മുമ്പ് മരിച്ച അവന് സ്വർഗ്ഗമുണ്ട്. ഒരാൾ വൈകുന്നേരം ചൊല്ലി നേരം വെളുക്കണതിന് മുമ്പ് മരിച്ചാൽ അവന് സ്വർഗ്ഗമുണ്ട്. ഈ 2 നേരത്തല്ലാതെ വേറെ ഏതെങ്കിലും നേരത്തെ നമുക്ക് മരിക്കാൻ പറ്റൂ? ഈ 2 നേരത്തെ, ഒന്നെങ്കിൽ രാത്രി മരിക്കണം, അല്ലെങ്കിൽ പകൽ മരിക്കണം. ഇതല്ലാത്തൊരു നേരത്തെ മരിക്കാൻ പറ്റൂ? ഇല്ല. ഇതിൽ ഈ ഏതു നേരത്ത് മരിച്ചാൽ എന്താ ഉള്ളത്? സ്വർഗ്ഗമുണ്ട്. നോക്കൂ നിങ്ങൾ, അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലം ആലോചിച്ച് നോക്കൂ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഖ്ദിക എന്ന് തുടങ്ങുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ പഠിക്കാൻ എത്ര സമയം വേണം? എത്ര നേരം വേണം? നമ്മുടെ കഴിഞ്ഞ 10 ദിവസം എടുത്തു നോക്കൂ നിങ്ങൾ. കഴിഞ്ഞ 10 ദിവസം, ഈ 10 ദിവസത്തിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാനത് ചൊല്ലിയിട്ടുണ്ട് എന്ന് നമ്മളിൽ ആർക്കൊക്കെ പറയാൻ പറ്റും? എത്ര നിസ്സാരമായ കാര്യമാണ്. ഏതാനും മിനിറ്റുകൾ കൊണ്ട്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചൊല്ലിത്തീർക്കാൻ സാധിക്കുന്ന കാര്യമാണെന്ത്? സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നുള്ളത്. അതിന്റെ പ്രതിഫലം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു അതിലൂടെ നമുക്ക് നൽകുന്ന അജ്ർ നമ്മൾ മനസ്സിലാക്കണം. അപ്പം എന്ത് ചെയ്യും? നമ്മളത് ചൊല്ലും. നമ്മുടെ ജീവിതത്തിൽ അതെന്ത് ചെയ്യും? സ്ഥിരമായിട്ടുണ്ടാകും. മനസ്സിലായോ? ആയത്തുൽ കുർസി എല്ലാ നമസ്കാരത്തിന്റെ ശേഷം ഓതിയ ആൾക്കുള്ള പ്രതിഫലം എന്താ? ഒരു സ്വർഗം കിട്ടണമെങ്കിൽ മരിച്ചാൽ മതി എന്നാണ്. എല്ലാ നിർബന്ധ നമസ്കാരങ്ങളുടെയും ശേഷം ആയത്തുൽ കുർസി ഓതിയ മനുഷ്യന് സ്വർഗം കിട്ടണമെങ്കിൽ മരിച്ചാൽ മതി. അയാൾ മരിച്ചാൽ സ്വർഗത്തിലാണ്. സുബ്ഹാനല്ലാഹ്. ആരാ ഓതാറുള്ളത്? വീഴ്ച വരുത്താറുണ്ടോ നമ്മൾ? ഇതറിയുമ്പോഴാണ്, ഇതിന്റെ മഹത്വം അറിയുമ്പോഴാണ്, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന അജ്റുകൾ മനസ്സിലാക്കുമ്പോഴാണ് അമലുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കുക. അതുകൊണ്ട് എന്ത് വേണം? അള്ളാഹിനെ കുറിച്ച് നമ്മൾ പഠിക്കണം,
അള്ളാഹു ആരാണ്, അവൻ നൽകുന്ന പ്രതിഫലം എന്താണ്, അവൻ നമ്മോട് വാഗ്ദാനം ചെയ്തത് എന്താണ്. അവൻ വാഗ്ദാനങ്ങൾ ലംഘിക്കാത്തവനാണ്. അതുകൊണ്ട് തന്നെ ആഴത്തിൽ എന്ത് ചെയ്യണം, അള്ളാഹുവിനെ നമ്മൾ പഠിക്കണം. നമ്മുടെ ഈമാൻ വർദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഈമാൻ എപ്പോഴാണ് കുറയാന്നറിയോ? അള്ളാഹുവിൽ നിന്ന് നമ്മൾ അകലുമ്പോഴാണ്. അള്ളാഹുവിൽ നിന്ന് എപ്പോഴാണ് നമ്മൾ അകലുന്നത്, അപ്പോൾ നമ്മുടെ ഈമാൻ കുറയും, ഒരു സംശയവും വേണ്ട. അള്ളാഹുവിനെ ഓർക്കാത്ത, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാത്ത ആളുകളാണ് നമ്മളെങ്കിൽ നമുക്ക് ഈമാൻ ഇല്ല എന്നതിൻ്റെ അർത്ഥം. കാരണം നമുക്ക് ഈ രീതിയിൽ ജീവിക്കാനും അതേപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീക്ക് നൽകുന്നവനാരാ? പടച്ചോനാണ്. പല ആളുകളും സമ്പത്ത് കിട്ടുമ്പോൾ പടച്ചോനെ മറക്കും, ആരോഗ്യം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ മറക്കും, അല്ലെ? എല്ലാം നഷ്ടപ്പെടുമ്പോഴാണ് പലർക്കും എന്ത് ചെയ്യുക, അള്ളാഹിന് ഓർമ്മ വരിക. ഐസിന്റെ മുമ്പ് പടച്ചോനെ നമുക്ക് നല്ല ഓർമ്മ ഉണ്ടാകും, ഐസിന്റെ മുമ്പിൽ നമുക്ക് പടച്ചോനെ ഓർമ്മ ഉണ്ടാകും. രോഗം ഉണ്ടാകുമ്പോൾ അള്ളാഹിനെ നമ്മൾ ഓർക്കും. എന്നാൽ അള്ളാഹുവിനെ അതാണ് അപ്പോഴാണ് ഓർക്കുക. അങ്ങനെയല്ല, മറിച്ച് ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ സമയത്തും സന്താപത്തിന്റെ സമയത്ത് അള്ളാഹുവിനെ ഓർക്കാൻ പറ്റണം. മനസ്സിലായി? ഏത് സമയത്ത് അള്ളാഹിനെ ഓർക്കാൻ പറ്റണം. പരീക്ഷണങ്ങളുടെ പ്രതിസന്ധികളുടെ മുന്നിൽ മാത്രമല്ല അള്ളാഹു ഉള്ളത്. നമുക്ക് സന്തോഷം നൽകുന്നവൻ ആരാ? അള്ളാഹുവാണ്. സഹോദരങ്ങളെ, സഹോദരികളെ, പരീക്ഷണം നൽകുന്നവൻ അള്ളാഹുവാണ് എന്ന് പറയുന്ന അതേ നാവ് കൊണ്ട് എനിക്ക് ഈ വീട് നൽകിയത്, എനിക്കെൻ്റെ ഭർത്താവിനെ നൽകിയത്, എനിക്കെൻ്റെ ഭാര്യയെ നൽകിയത്, എനിക്ക് മക്കളെ നൽകിയത്, എനിക്ക് ആരോഗ്യം നൽകിയത് എൻ്റെ റബ്ബാണ്, അൽഹംദുലില്ലാ എന്ന് പറയാൻ എന്ത് ചെയ്യണം? നമുക്ക് പറ്റണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈമാൻ വർദ്ധിക്കാൻ കാരണം എന്താ? അള്ളാഹിനെ അറിയുക. ഈമാൻ കുറയാനുള്ള കാരണം എന്താ? അള്ളാഹുവിനെ അറിയാതിരിക്കുക, അള്ളാഹിനെ മറക്കുക. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ കാര്യം, ഈമാൻ വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് മതപരമായ അറിവ് നേടാൻ വേണ്ടി സമയം കണ്ടെത്തണം. മതപരമായ അറിവ് നേടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സമയം കണ്ടെത്തണം. തഖ്വയുള്ളവരാകാൻ, ഈമാൻ വർദ്ധിക്കാൻ അറിവ് നേടുക എന്നുള്ളത് അനിവാര്യമാണ്. മുത്തഖിയാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ അറിവുണ്ടാകണം. അറിവില്ലാത്തവന് മുത്തഖിയാകാൻ കഴിയില്ല. പ്രമാണങ്ങൾ അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാചകം നബി പറഞ്ഞു, ലൗ തഅലമൂന മാ അഅലമു ലളഹിഖ്തും ഖലീല വലബകൈതും കസീറ. ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ, നിങ്ങൾ ധാരാളം കരയുമായിരുന്നു. ഇത് നബിയുടെ ഒരു അധ്യാപനമാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ നബി പറയാണ്, ഞാൻ അറിഞ്ഞത്, ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിരിക്കുമായിരുന്നില്ല. അപ്പൊ നമ്മൾ തട്ടഹസിക്കാനുള്ള കാരണം എന്താണ്? മതിമറന്ന് ചിരിക്കാനുള്ള കാരണം എന്താണ്? അറിവില്ലായ്മയാണ്. ദുനിയാവിലെ സൗകര്യങ്ങളുടെ പിറകെ ഓടി നമ്മൾ ആഹ്ലാദിക്കുന്നതിന്റെ കാരണം എന്താണ്? അറിവില്ലായ്മയാണ്. അതുകൊണ്ട് തന്നെ എന്ത് വേണം? നമ്മൾ അറിവ് നേടുന്ന ആളുകളാകണം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അറിവ് നേടാൻ അറിവിനെ ഇഷ്ടപ്പെടാത്തവൻ, അറിവ് നേടണമെന്ന് ആഗ്രഹിക്കാത്തവൻ, അവനിൽ യാതൊരു നന്മയില്ലെന്ന്, അവനിൽ ഒരു ഖൈറുമില്ലെന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഖൈറുള്ള ആളുകളാണ് നമ്മൾ. അതുകൊണ്ടാണല്ലോ ഈ സമയത്ത് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇതൊരു വിജ്ഞാനത്തിന്റെ സദസ്സാണ്, ഇതിലൊരു നന്മയുണ്ട്, ഇവിടെ വന്നാൽ പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളോട് വരുന്നത്. അള്ളാഹു അതിൻ്റെ അജ്ർ നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ അറിവിൻ്റെ സദസ്സുകൾ എന്ത് ചെയ്യണം? നമ്മൾ ഇഷ്ടപ്പെടണം. വിജ്ഞാനം ഇഷ്ടപ്പെടുന്ന ആളുകളായി മാറണം. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അന്നാസു മുഹ്താജൂന ഇലൽ ഇൽമി അക്തറ മിൻ ഹാജതിഹിം ഇല തആമി വശറാബ്. ഒരു മനുഷ്യൻ അവന് ഭക്ഷണത്തെക്കാളേറെ വെള്ളത്തെക്കാളേറെ അവൻ ആവശ്യമുള്ളത് എന്താ? ഇൽമാണ്, അറിവാണ്. എന്നിട്ട് അദ്ദേഹം കാരണമായി പറഞ്ഞത്, ലിഅന്ന തആമ വശറാബ യഹ്താജു ഇലൈഹി ഫിൽ യൗമി മറത്തൻ ഔ മറത്തൈൻ. ഒരാൾക്ക് ഭക്ഷണവും വെള്ളമൊക്കെ ഒരു ദിവസം 1-2 തവണ മതി, അല്ലേ? കുറച്ച് സമയം മതി. എന്നാൽ ഇൽമോ, ആ ഇൽമു യഹ്താജു, അവന്റെ അറിവ് എന്ന് പറഞ്ഞാൽ, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ, അവൻ ശ്വസിക്കുന്ന അവന്റെ ഓരോ സമയത്തും ഓരോ നിമിഷത്തിലും എന്ത് വേണം? അറിവ് വേണം. അതുകൊണ്ട് അറിവിനാണ് പ്രാധാന്യം. ഭക്ഷണത്തെക്കാളേറെ വെള്ളത്തെക്കാളേറെ എന്തിനാണ് പ്രാധാന്യം? ഒരു മനുഷ്യൻ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇൽമിനാണ് എന്നാണ് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. മുൻഗാമികൾ പറയുന്നുണ്ട്, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ വലാ തകുൻ ഖാമിസ. വളരെ സുന്ദരമായ ഒരു വാചകമാണ്. കുൻ ആലിമൻ, നീ ഒരു ആലിമാകണം, പണ്ഡിതനാകണം. അല്ലെങ്കിൽ കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ നീ ഒരു പഠിതാവാകണം, ഒരു വിദ്യാർത്ഥിയാകണം. നിനക്ക് പണ്ഡിതനാകാൻ പറ്റുന്നില്ല എങ്കിൽ നീ ആരാകണം? പഠിതാവാകണം. ഇൽമ് കേൾക്കുന്ന, പഠിക്കുന്നയാളാകണം, വിദ്യാർത്ഥിയാകണം. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ. പണ്ഡിതനാകാൻ പറ്റുന്നില്ല, വിദ്യാർത്ഥിയാകാൻ പറ്റുന്നില്ല,
പഠിക്കാനും പറ്റിയെങ്കിൽ കേൾവിക്കാരനാകണം. മുസ്തമിയാൻ, അറിവിനെ കേൾക്കുന്നവനാകണം. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ. അല്ലെങ്കിൽ നീ അറിവിനെ, പണ്ഡിതന്മാരെ ഇഷ്ടപ്പെടുന്ന, മതവിദ്യാർത്ഥികളെ ഇഷ്ടപ്പെടുന്ന, അറിവ് കേൾക്കുന്നവരെ ഇഷ്ടപ്പെടുന്ന, അറിവിനെ ഇഷ്ടപ്പെടുന്ന ഒരു മുഹിബ്ബായി മാറണം, ഇൽമിനെ സ്നേഹിക്കുന്നവനായി മാറണം. അവസാനത്തെ വാചകം എന്തറിയോ? വല തകുൻ ഖാമിസ, അഞ്ചാമതൊന്നായി നീ മാറരുത് എന്നാണ്. ഈ പറഞ്ഞ നാലുമല്ലാതെ അഞ്ചാമതൊന്ന് നീ ആകരുത് എന്നാണ്. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ വല തകുൻ ഖാമിസ. അത്രമാത്രം അറിവിനെ പ്രാധാന്യം കൊടുത്തിരുന്നു മുൻഗാമികൾ. അറിവ് നേടിയാൽ എന്താ സംഭവിക്കറിയോ? ഈമാൻ വർദ്ധിക്കും, ഈമാനുള്ള ആളുകളാകും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം മസ്ജിദുൻ നബവിയുടെ പുറത്തിറങ്ങിയ ഒരു ദിവസം, മസ്ജിദുൻ നബവിയുടെ പുറത്തിറങ്ങിയപ്പോൾ കുറേ കച്ചവടക്കാരുണ്ട്, കച്ചവടം നടത്തുന്ന മനുഷ്യന്മാരുണ്ട്. അപ്പൊ അദ്ദേഹം അവരെ വിളിച്ചു, യാ അഹ്ല സൂഖ്, അല്ലയോ കച്ചവടക്കാരായ മനുഷ്യന്മാരെ, നിങ്ങൾ കച്ചവടത്തിലാണോ? നിങ്ങളൊക്കെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഇതാ മദീനത്തെ അള്ളാന്റെ റസൂലിന്റെ പള്ളിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് വീതം വെക്കുന്നുണ്ട്, നിങ്ങൾ വാങ്ങാൻ പോണില്ലേ എന്ന് ചോദിച്ചു. കച്ചവടക്കാരോടുള്ള ചോദ്യമാണ്. അവരത് കേട്ട ഉടൻ അവരെന്ത് ചെയ്തു? അവര് കടകളൊക്കെ അടച്ചു. കാരണം എന്താ? അള്ളാന്റെ റസൂലിന്റെ അനന്തര സ്വത്ത് വീതം വെക്കുകയാണ്. അവര് കടകൾ അടച്ചവർ നേരെ ഓടി മദീനത്തെ പള്ളിയിലേക്ക്. അവരവിടെ ചെന്നപ്പോൾ അവരൊന്നും കണ്ടില്ല. അവിടെ അള്ളാന്റെ റസൂലിന്റെ അനന്തര സ്വത്ത് വീതം വെക്കണമെന്ന് അവർ കണ്ടില്ല. കുറെ ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്, അവരെന്തൊക്കെ പറയുന്നുണ്ട്. വേറെ കുറെ ആൾക്കാർ ഖുർആൻ ഓതുന്നുണ്ട്. അത് മാത്രമാണ് അവർ കണ്ടത്. അങ്ങനെ അവർ തിരിച്ചു പോന്നു. അവർ അബൂ ഹുറൈറയെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, അബൂ ഹുറൈറ, നിങ്ങൾ ഞങ്ങളോട് പറയാൻ വൈകിപ്പോയി. ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ അതൊന്നും കണ്ടില്ല, അനന്തര സ്വത്ത് വീതം വെക്കുന്നതൊന്നും ഞങ്ങൾ കണ്ടില്ല, ഞങ്ങൾക്ക് അതൊന്നും ലഭിച്ചില്ല എന്നവര് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പരിഭവം പറയുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എന്താ കണ്ടത് അവിടെ ചെന്നപ്പോൾ? അപ്പൊ അവർ പറഞ്ഞു, അവിടെ പള്ളിയിൽ കുറെ ആൾക്കാർ ഇങ്ങനെ ഹലാലിനെ കുറിച്ച്, ഹറാമിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. വേറെ കുറെ ആൾക്കാർ ഖുർആനൊക്കെ ഓതിയിരിക്കുന്നുണ്ട്, വേറെ കുറെ നിസ്കരിക്കുന്നുണ്ട്. ഞങ്ങൾ കണ്ടത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൈലുക്കും, നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് നാശം. അതാണ് പ്രവാചകന്റെ അനന്തര സ്വത്ത്, വിജ്ഞാനമാണ്. ഹലാലിനെ കുറിച്ച്, ഹറാമിനെ കുറിച്ചുള്ള അറിവാണ് പ്രവാചകന്റെ അനന്തര സ്വത്ത്. അത് സ്വീകരിക്കാതെയാണോ നിങ്ങൾ തിരിച്ചു പോകുന്നത് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ അങ്ങാടിക്കാരായ ആളുകളോട് ചോദിച്ചപ്പോൾ കാണാൻ പറ്റും. കാരണം വിജ്ഞാനത്തിന് അത്ര മഹത്വമുണ്ട്. ആ വിജ്ഞാനമാണ് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുക. ബഖീ ഇബ്നു മഖ്ലദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ബഖീ ഇബ്നു മഖ്ലദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അങ്ങ് പേർഷ്യയിൽ നിന്ന് ബാഗ്ദാദിലേക്ക് ഒരു യാത്ര നടത്തുന്നുണ്ട്. ബാഗ്ദാദിലേക്ക് അദ്ദേഹം വരുന്നത് എന്തിനറിയോ? മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ കണ്ട് വിജ്ഞാനം സ്വീകരിക്കണം, അതിനാണ് യാത്ര. അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്തു, അദ്ദേഹം വന്നു. അപ്പോഴാണ് ബാഗ്ദാദിലെത്തിയപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് ഇമാം വീട്ടുതടങ്കലിലാണ്. ഇമാമിന് ആർക്കും കാണാൻ പറ്റൂല, സംസാരിക്കാൻ പറ്റൂല. ഇമാമിന് ക്ലാസ് എടുക്കാനുള്ള അനുവാദമല്ല, ദർസ് എടുക്കാനുള്ള അനുവാദമല്ല. ഇദ്ദേഹം നിരാശനായി. അപ്പൊ ഇദ്ദേഹം ഇമാം അഹ്മദിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു, ഇമാമിന്റെ വീട്ടിലേക്ക് ചെന്നു. ഒരു ഭിക്ഷക്കാരന്റെ വേഷം ധരിച്ചാണ് ചെല്ലണത്, ഒരു യാചകന്റെ കുപ്പായം ധരിച്ച ചെല്ലണത്. എന്നിട്ട് ആ വീടിന്റെ കതകിൽ മുട്ടി. ഇമാമ് വാതിൽ തുറന്നു. അപ്പം വാതിൽക്കൽ ഭിക്ഷക്കാരനാണ്. അപ്പം അദ്ദേഹം ഭിക്ഷ കൊടുക്കാൻ വേണ്ടി, പണമെടുക്കാൻ വേണ്ടി റൂമിലേക്ക് പോയപ്പോൾ തിരിച്ചു വിളിച്ചു ഇമാമിനെ. എന്നിട്ട് പറഞ്ഞു, ഞാൻ ബഖീ ഇബ്നു മഖ്ലദാണ്, ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്, അറിവ് തേടി വന്നതാണ്. വന്നപ്പോഴാണ് നിങ്ങളുടെ അവസ്ഥ പറയുന്നത്, മനസ്സിലാകുന്നത്. പക്ഷെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റൂല, ഞാൻ നിങ്ങളിൽ നിന്ന് ഹദീത്ത് പഠിക്കാൻ വന്ന ആളാ, എനിക്ക് ഹദീത്ത് പഠിക്കണം. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റൂല, ഞാൻ തടങ്കലിലാണ്, ദർസ് എടുക്കാനുള്ള അനുവാദമല്ല. ബഖീ ഇബ്നു മഖ്ലദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇമാമിനോട് ആ സമയത്ത് പറഞ്ഞ വാചകം എന്താ അറിയോ? ഞാനൊരു യാചകന്റെ കുപ്പായം ധരിച്ച് നിങ്ങളുടെ വീട്ടിൽ വരും, ഒരു യാചകന്റെ കുപ്പായം ഇട്ടിട്ട് നിങ്ങൾ എനിക്കൊരു ഹദീത്ത് പറഞ്ഞു തന്നാൽ മതി, ഒരു ദിവസം, അല്ലെങ്കിൽ 2 ഹദീത്ത് പറഞ്ഞു തന്നാൽ മതി, ആർക്കും സംശയമില്ലാത്ത രീതിയിൽ ഞാനത് പഠിച്ചോളാം. സഹോദരങ്ങളെ, ചരിത്രം പറയണം എന്താ അറിയോ? ബഖീ ഇബ്നു മഖ്ലദ് റഹ്മത്തുള്ളാഹി അലൈഹി യാചകന്റെ കുപ്പായം ധരിച്ച് 300 ഹദീത്തുകൾ മനപ്പാടാക്കിയതാ. 300 ഹദീത്തുകൾ, സുബ്ഹാനല്ലാഹ്, 300 ഹദീത്തുകൾ. അങ്ങനെ അവർ വിജ്ഞാനം നേടിയത്. അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അവരെന്ത് ചെയ്ത്? അവര് അറിവ് ആർജിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈമാനുള്ള ആളുകളായി മാറിയത്. അവർ ഈമാനിൽ നമ്മളെക്കാൾ മുന്നിൽ പോകാനുള്ള കാരണം എന്താ? എന്തുകൊണ്ടാണ് അവരുടെ ചരിത്രം കേൾക്കുമ്പോൾ നമുക്ക് ആവേശമുണ്ടാകുന്നത്? അവർ ഈമാനുള്ള ആളുകളായിരുന്നു. എങ്ങനെ അവർക്ക് ഈമാൻ ഉണ്ടായത്? അവർക്ക് ഈമാൻ ഉണ്ടായത് അവർ അള്ളാഹുവിനെ അറിഞ്ഞവരാണ്, അവർ അറിവുള്ള ആളുകളായിരുന്നു. അള്ളാഹു പറഞ്ഞില്ലേ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ.
അറിവുള്ളവരാണ്, പണ്ഡിതന്മാരാണ്, വിജ്ഞാനമുള്ളവരാണ് എന്ത് ചെയ്യുക? അള്ളാഹുവിനെ ഭയപ്പെടുക. അതുകൊണ്ട് എന്ത് വേണം? ഈമാനുള്ള ആളുകളാകണോ? അള്ളാഹിനെ കുറിച്ച് പഠിച്ചോളി, അറിവ് നേടിക്കോളൂ, വിജ്ഞാനം കരസ്ഥമാക്കിക്കോളൂ. എന്തുകൊണ്ട് ആളുകൾ ഷിർക്കിലും ബിദ്അത്തിലൊക്കെ ആളുകൾ ചെന്നപ്പെടുന്നത്? അല്ലെ, മനുഷ്യന്റെ സ്വർഗം തന്നെ നഷ്ടമാക്കുന്ന പാപങ്ങളിലേക്ക് ആളുകൾ എന്തുകൊണ്ട് ചെല്ലുന്നു? അറിവില്ലാത്തതുകൊണ്ടാണ്. മൂസാ നബിയുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അള്ളാഹു പറഞ്ഞ വാചകം ഖാലൂ യാ മൂസ, മൂസാ നബിയെ വിളിച്ചുകൊണ്ട് മൂസാ നബിയിൽ വിശ്വസിച്ച ആളുകൾ പറഞ്ഞ വാചകം ഖാലൂ യാ മൂസ ജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, മൂസ ഞങ്ങൾക്ക് അവർക്കൊക്കെ ഉള്ളതുപോലെ ഒരു ഇലാഹിനെ ഞങ്ങൾക്ക് നീ ഉണ്ടാക്കി തരണം. എന്തുകൊണ്ട് അവർ പശുക്കുട്ടിയെ ഉണ്ടാക്കിയത്? അവരുടെ ജഹാലത്താണ്, അവരുടെ അറിവില്ലായ്മയാണ്. ആ അറിവില്ലായ്മ കൊണ്ട് അവർക്ക് സംഭവിച്ച നഷ്ടത്രയം. നശിച്ചുപോയ സമൂഹങ്ങൾ ചരിത്രം പഠിച്ചു നോക്കൂ നിങ്ങൾ. അവരറിവില്ലാത്ത ആളുകളായിരുന്നു, അവർ ജാഹിലുകളായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ജഹാലത്തുള്ള ആളുകളാകാൻ പാടില്ല. നമ്മൾ വിജ്ഞാനമുള്ള അറിവുള്ള ആളുകളാകാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ പരിശ്രമിക്കണം. അതുകൊണ്ട് തന്നെ ഈമാൻ വർദ്ധിക്കണോ, ഈമാനുള്ള ആളുകളാകണോ, അറിവ് നേടിയെടുക്കാൻ കഠിനമായി പരിശ്രമിക്കണം. വിജ്ഞാനത്തിൻ്റെ സദസ്സുകളിൽ നമ്മൾ ഉണ്ടാകണം. നമ്മൾ മാത്രം പോരാ, നമ്മുടെ കുട്ടികളുണ്ടാവണം, നമ്മുടെ ഭാര്യ ഉണ്ടാകണം, നമ്മുടെ മക്കളുണ്ടാകണം, നമ്മുടെ ഉമ്മയും ബാപ്പയും അവർ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ അവരെ വിളിക്കണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരുമിച്ച് പഠിക്കുന്ന, ഒരുമിച്ച് ദീന് മനസ്സിലാക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. മൂന്നാമത്തെ പോയിന്റ്, നമ്മുടെ ഈമാൻ കുറയാനുള്ള കാരണം ഗഫ്ലത്താണ്, അശ്രദ്ധയാണ്, ശ്രദ്ധയില്ലായ്മയാണ്. വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞ വാചകം പോലെ തകും മിനൽ ഗാഫിലീൻ, നിങ്ങൾ അശ്രദ്ധരുടെ കൂട്ടത്തിലാവരുതെന്നാണ്, ശ്രദ്ധയില്ലാത്തവരുടെ കൂട്ടത്തിലാകരുതെന്നാണ്. സഹോദരങ്ങളുടെ ശ്രദ്ധയില്ലായ്മ നമുക്ക് വരുത്തുന്ന നഷ്ടങ്ങൾ വലുതാണ്, നമുക്കുണ്ടാക്കുന്ന നഷ്ടങ്ങൾ വലുതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസിൽ കാണാം, മുനാഫിക്കുകളായ ആളുകൾ അവർക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരം ഏതാ? സ്വലാത്തുൽ ഇശാ വൽ ഫജ്ർ. ഇശാവും ഫജ്റുമാണെന്ന് പറഞ്ഞു അല്ലേ? മുനാഫിക്കുകളായ ആളുകൾക്ക് അവർക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരം ഏതാ? അത് ഇശാവും ഫജ്റുമാണ്. അവരാ സമയത്ത് അശ്രദ്ധയിലാണ്, ഗഫ്ലത്തിലാണ്, നിസ്കരിക്കാൻ വരാൻ മനസ്സ് കാണിക്കൂല. എന്നിട്ട് നബി പറയുന്നത്, അവരെങ്ങാനും അതിൻ്റെയൊക്കെ മഹത്വം അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവരെന്ത് ചെയ്യും? ഒരു കയറ് കെട്ടിയിട്ടെങ്കിലും എങ്ങനെയാണ് അവർക്ക് എത്താൻ സാധിക്കുക, ആ രീതിയിൽ അവരെത്തുന്നതാണ്. അതിനുവേണ്ടി അവർ പരിശ്രമിക്കുമായിരുന്നു. അപ്പൊ നോക്കൂ നിങ്ങൾ, അശ്രദ്ധ സംഭവിച്ചാൽ അതിലൂടെ നമുക്ക് നഷ്ടമാകുന്നത് എന്താ? നമ്മുടെ ആരാധനകൾ അലസമാകും, ലക്ഷ്യമില്ലാത്ത ആരാധനകളായി മാറും. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടുകൂടെ ജീവിക്കാൻ പഠിക്കണം, ശ്രദ്ധയുള്ള ആളുകളാകണം, നമസ്കാരത്തിന് ശ്രദ്ധ ഉണ്ടാകണം. മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞു, മടിയന്മാരായിക്കൊണ്ടാണ് അവർ നിസ്കരിക്കുക, അലസന്മാരായിക്കൊണ്ടാണ് നിസ്കരിക്കുക അല്ലെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ജനങ്ങൾ ഒന്നാമത്തെ സ്വപ്പിൽ നിന്നും പിന്തി നിൽക്കും. ആ പിന്തി നിൽക്കുന്ന ആളുകൾ അവരെന്ത് ചെയ്യുന്നറിയോ? അവരെ നരകത്തിലേക്ക് അല്ലാഹു പിന്തിപ്പിക്കുന്ന. ഒരു തടസ്സമല്ലാതെ പള്ളി പോകാതിരിക്കുന്ന ആൾക്കാരുണ്ട്, ഒരു ബുദ്ധിമുട്ടുമില്ല. അവരെ അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോകുക എന്നാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആരാധനകളിൽ എന്തുണ്ടാകണം? ശ്രദ്ധ ഉണ്ടാകണം. പ്രത്യേകിച്ച് നമസ്കാരത്തിൻ്റെ വിഷയം. പള്ളിയിൽ വന്നാൽ ആദ്യത്തെ സ്വപ്പിലാണ് നമ്മൾ പോയിരിക്കേണ്ടത്. ഇവിടെ ഒരു പള്ളി വരാൻ പോവുകയാണ്. ഒരു പള്ളി എന്ന് പറഞ്ഞാൽ എത്ര വലിയ നിഅമത്താണ്, എത്ര വലിയ അനുഗ്രഹമാണ്. അള്ളാഹ്ക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടമേതാ? പള്ളിയാണ്. പള്ളികളാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം. അപ്പം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. അള്ളാഹു അത് വേഗം പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ ആ പള്ളി നമുക്ക് ലഭിച്ചാൽ ആ പള്ളിയിൽ നിന്ന് എന്തൊക്കെ പുണ്യം കിട്ടും അതൊക്കെ നേടിയെടുക്കണം, എല്ലാം നേടിയെടുക്കാൻ ശ്രദ്ധിക്കണം. പള്ളിയിലേക്ക് കയറുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ട്, അത് ചൊല്ലിയ കൂലിയാണ്. പള്ളിയിൽ കയറിയാൽ ഒന്നാമത്തെ സ്വപ്പിൽ പോയിരുന്ന കൂലിയുണ്ട്, ഒന്നാമത്തെ സ്വപ്പിൽ തന്നെ വലതുവശത്ത് പോയിരുന്ന പ്രതിഫലമുണ്ട്. ആ വലതുവശത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ്. ആ പള്ളിയിൽ ഒരു നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലമുണ്ട്. എന്തൊക്കെ ഹദീത്തുകളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം ശ്രദ്ധയോടുകൂടെ നമ്മൾ ജീവിക്കണം, കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ശ്രദ്ധയോടുകൂടെ ജീവിക്കണം. അപ്പം നോക്കൂ നിങ്ങൾ, ഇന്നത്തെ ദിവസം കഴിഞ്ഞു അല്ലേ? ഇന്ന് ഈ ദിവസം എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച കഴിഞ്ഞു, നമ്മൾ വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിച്ചു, മഗ്രിബ് സമയമാണ് അല്ലെ? ഈ ദിവസത്തിൽ 5 ഹജ്ജ് ചെയ്ത പ്രതിഫലം നേടിയെടുക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നു. ഈ ഒരൊറ്റ ദിവസത്തിൽ 5 ഹജ്ജ് ചെയ്ത കൂലി നേടിയെടുക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നു. ആർക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ടാകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഹീഹായ ഹദീസുകളിൽ ഒരു ദിവസം ഒരു മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും ചുരുങ്ങിയത് 5 ഹജ്ജ് നേടിയെടുക്കാം.
ഹജ്ജ് ചെയ്ത പ്രതിഫലം. വേറെ ചില പണ്ഡിതന്മാർ അതിൻ്റെ കൂടെ 2 കൂടി എണ്ണി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ 5 ഹജ്ജ് ചെയ്ത കൂലി എങ്ങനെയാ ഒരു ദിവസം നമുക്ക് കിട്ടുക? ഒന്നുമില്ല. ഈ കൂട്ടത്തിൽ ഇന്ന് 5 വക്തിന് പള്ളിയിൽ പോയവരുണ്ട് എങ്കിൽ, 5 വക്തിന് പള്ളിയിൽ പോയവരുണ്ട് എങ്കിൽ, ജമാഅത്ത് നമസ്കാരത്തിന് പങ്കെടുത്തവരുണ്ട് എങ്കിൽ അവർക്ക് 5 ഹജ്ജ് ചെയ്ത കൂലിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ വീട്ടിൽ നിന്ന് വുദൂ ചെയ്തു, എന്നാൽ എന്ത് ചെയ്തു? ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ പോയി. ആ ജമാഅത്തിൽ അയാൾ പങ്കെടുത്തു എങ്കിൽ അവന് പരിപൂർണമായ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട്. എത്ര വലിയ കൂലിയാ ഒരു നിസ്കാരത്തിൽ പങ്കെടുത്താൽ കിട്ടുന്നത്. അപ്പൊ 5 നേരം പള്ളി പോയി 5 ഹജ്ജ് ചെയ്ത കൂലിയാ. പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ സുബഹിക്ക് പള്ളിയിൽ പോയി, സുബഹിക്ക് പള്ളിയിൽ പോയി ഉദയം വരെ അയാൾ പള്ളിയിൽ തന്നെ ഇരുന്നു. അങ്ങനെ ഇരുന്നാൽ അയാൾക്ക് എന്തുണ്ട്? ആ ഇരുന്നതിന് ശേഷം അയാൾ 2 റക്അത്ത് നമസ്കരിച്ചാൽ അയാൾക്കൊരു ഹജ്ജും ഉംറയും ചെയ്ത കൂലിയുണ്ട്. ആ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായം. പക്ഷേ സലഫുകളായ ധാരാളം പണ്ഡിതന്മാർ സ്വഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എതിരഭിപ്രായം പറഞ്ഞ ആൾക്കാരുണ്ട്. ഞാൻ അതുകൊണ്ടാണ് 5 എന്ന് പറഞ്ഞത്, എതിരഭിപ്രായം ഉണ്ടായത് കൊണ്ട് മാത്രം. പക്ഷേ അത് വെച്ച് അമല് ചെയ്യാമെന്നാണ് മഹാഭൂരിപക്ഷം സലഫി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇനിയോ ഒരു മനുഷ്യൻ ഒരു പള്ളിയിലേക്ക് നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ പോകുമ്പോൾ അയാൾ അവിടെ ഒരു ക്ലാസ് ഉണ്ടെന്ന് കേട്ടു, ഒരു വിജ്ഞാനം കൂടെ ഉണ്ടെന്ന് കേട്ടു, അറിവിൻ്റെ ഒരു സദസ്സ് കൂടെ ഉണ്ടെന്ന് കേട്ടു. അതിൽ കൂടെ പങ്കെടുക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചാൽ, പള്ളിയിലൊരു വിജ്ഞാനത്തിൻ്റെ സദസ്സുണ്ട് എന്ന് കേട്ട് ആ സദസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി അയാൾ ആഗ്രഹിച്ചാൽ, എന്നിട്ട് അതിൽ പങ്കെടുക്കുകയും ചെയ്താൽ അയാൾക്കൊരു ഹജ്ജ് ചെയ്ത കൂലി ഉണ്ടെന്നാണ്. എത്ര കൂലിയ ഒരു ദിവസം നമുക്ക് വാരിക്കൂട്ടാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞതറിയാം, അശ്രദ്ധനാകാൻ പാടില്ല. ശ്രദ്ധയോടുകൂടെ എന്ത് ചെയ്യണം? നമ്മൾ ജീവിക്കണം. അപ്പോഴാണ് നമുക്ക് ഈ പ്രതിഫലം കിട്ടുക, നമ്മുടെ ഈമാൻ വർദ്ധിക്കുക. അപ്പം നാളെ മുതൽ സഹോദരങ്ങൾ എന്ത് ചെയ്യണം? ഈ 5 ഹജ്ജ് ചെയ്ത കൂലി വാങ്ങാൻ ശ്രമിക്കണം. സഹോദരികൾക്കും പറ്റും. നമ്മുടെ വീടിൻ്റെ സമീപത്ത് പള്ളിയുണ്ട്, പള്ളിയിൽ പോകാൻ പറ്റുന്ന സാഹചര്യം അവർക്കും പോകാം. പള്ളി പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം തടസ്സമുള്ള കാര്യമല്ല. അല്ലെ, 150ഓളം ഹദീസുകൾ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാമെന്ന വിഷയത്തിലുണ്ട് എന്ന് വയല് പറയുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ പോകാൻ സൗകര്യം ഉണ്ടായിട്ടും പോകാറുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ വേറെ ആലോചിക്കണം. മനസ്സിലായി? നമ്മൾ വേറെ ചിന്തിക്കേണ്ട വിഷയമാണ്. കേരളത്തിലെ പല പള്ളികളിലും എല്ലാ ജമാഅത്തിനും സ്ത്രീകൾ പങ്കെടുക്കുന്നുണ്ട്, എല്ലാ ജമാഅത്തിനും പങ്കെടുക്കുന്ന സ്ത്രീകളുണ്ട്. പലപ്പോഴും സുബഹിന്റെ സമയത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ഭർത്താവും ഭാര്യയും പ്രായം ചെന്ന വൃദ്ധരായ ദമ്പതികൾ ആ ഇരുട്ടത്ത് ടോർച്ചും പിടിച്ച് പള്ളിയിലേക്ക് നടന്നു പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അള്ളാഹു അവരെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കിതൊക്കെ പറ്റും. എത്ര പ്രതിഫലമാണ് അവർ വാരിക്കൂട്ടുന്നത്. എങ്ങനെ? അതുകൊണ്ടാണ് അവർ ഈമാനുള്ള ആളുകളായി ജീവിക്കുന്നത്. നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ എന്ത് ചെയ്യണം? ഗഫ്ലത്തില്ലാതെ, അശ്രദ്ധയില്ലാതെ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ദിക്ർ മറന്നുപോയാൽ പ്രിയപ്പെട്ട നമുക്കൊരു വിഷമം ഉണ്ടാകലുണ്ടോ? ഇപ്പൊ ഇന്നത്തെ ദിവസം വൈകുന്നേര സമയത്ത് പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്തൊക്കെ 24ഓളം പ്രാർത്ഥന ഉണ്ട്. വൈകുന്നേര സമയം ചൊല്ലേണ്ട 24ഓളം പ്രാർത്ഥന ഉണ്ട്. 10 എണ്ണെങ്കിലും നമ്മൾ ചൊല്ലിയും. അത് ചൊല്ലാത്തതിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഖേദം ഉണ്ടായിട്ടുണ്ടോ? ഒരു ഇടങ്ങേറുണ്ടായിട്ടുണ്ടോ? ഞാനത് മറന്നുപോയല്ലോ, ചൊല്ലിയില്ലല്ലോ. അതുപോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയണതല്ല, ആരെയും വിമർശിക്കാൻ വേണ്ടി പറയുന്നതുമല്ല. നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്, നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. പ്രധാനപ്പെട്ട ഒരു ദിക്ർ മറന്നുപോയാൽ പോലും പ്രയാസം അനുഭവിക്കാത്ത ആളുകളാണ് നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്വഹാബികളോട് പ്രവാചക തിരുമേനി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ? അല അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? സ്വർഗത്തിലെ നിധിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സ്വഹാബികൾ പറഞ്ഞു, നബിയെ പറഞ്ഞു തന്നാലും. പ്രവാചക തിരുമേനി പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളത് സ്വർഗത്തിലെ നിധിയാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എത്ര സമയം വേണം അത് ചൊല്ലാൻ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയാൻ ഏതാനും സെക്കൻഡുകൾ മതി. ഒരു ദിവസം എത്ര തവണ നമുക്ക് ചെല്ലാൻ പറ്റും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് ഏറെ പുണ്യമുള്ള കാര്യമാണ്. അറിയാത്ത ആരാ നമ്മുടെ കൂട്ടത്തിൽ? നമ്മൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 സ്വലാത്ത്, 10 നന്മകൾ നമുക്ക് രേഖപ്പെടുത്തുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ബഖീലാണ്, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ ബഖീലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്വലാത്ത് ചൊല്ലാറുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നിർബന്ധ നിസ്കാരത്തിൽ ചൊല്ലുന്ന, സുന്നത്ത് നിസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്ത് അല്ലാതെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ വെറുതെ സ്വലാത്ത് ചൊല്ലാറുണ്ടോ? സ്വലാത്ത് വർദ്ധിപ്പിക്കണ്ടേ? പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത്. സ്വലാത്തിന്റെ മഹത്വം നിങ്ങൾക്ക്, സ്വലാത്തിന്റെ പ്രാധാന്യം പഠിച്ചിട്ടുണ്ട് നമ്മൾ. സ്വലാത്ത് കൊണ്ട് നമുക്ക് എന്ത് പ്രശ്നമുണ്ടോ, എന്ത് പ്രശ്നമുണ്ടോ അതിനുള്ള പരിഹാരമാണ് സ്വലാത്ത്. എഴുതി വെച്ചോളൂ. എന്ത് പ്രശ്നമുണ്ടോ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് സ്വലാത്ത്. ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മദീനി ഹഫിളഹുല്ലാ അദ്ദേഹം ഒരിക്കൽ
ഞാനൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത്, സർജറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് എന്നെ കാണാൻ വേണ്ടി വന്നു. അദ്ദേഹം സൗദി അറേബ്യയിൽ നിന്നാണ് അദ്ദേഹം വന്നത്. വേറെ ആവശ്യത്തിന് വന്നപ്പോൾ എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ വന്നു. അപ്പോൾ അദ്ദേഹം പോകാൻ സമയത്ത് എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട്. ഞാനും അവളും അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്കൊരു ഉപദേശം നൽകണം, ഒരു നസീഹത്ത് നൽകണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അദ്ദേഹം ഞാനും ഭാര്യ ഒരു സ്ഥലത്തിരുന്നു, അദ്ദേഹം ഞങ്ങളുടെ മുമ്പിലിരുന്നു. ഹംദും സ്വലാത്തും ഒക്കെ പറഞ്ഞ ശേഷം ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം, സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം. അന്ന് സംസാരിക്കാൻ ഒരല്പം പ്രയാസമുള്ള സമയമാണ്. എനിക്ക് സംസാരിക്കാൻ അധികം കഴിയില്ല. എങ്കിലും സാധ്യമാകുന്ന രീതിയിൽ അദ്ദേഹത്തോട് ചോദിച്ചു, ഉസ്താദെ സ്വലാത്ത് ചെല്ലേണ്ട സമയങ്ങളൊക്കെ നമുക്കറിയാം, സ്വലാത്ത് ചെല്ലാൻ പഠിപ്പിക്കപ്പെട്ട സമയങ്ങളൊക്കെ അറിയാം. അതല്ലാത്ത രീതിയിൽ എവിടെ നമ്മൾ സ്വലാത്ത് ചെല്ലേണ്ടത്, എന്താണ് അതിൻ്റെ മഹത്വം, എന്താണ്? അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ്, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാത്ത ഒരുപാട് നന്മകൾ സ്വലാത്തിലുണ്ട്, നമുക്കറിയാത്ത ഒരുപാട് നന്മകൾ. അതുകൊണ്ട് തന്നെ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും സ്വലാത്ത് ചെല്ലണം എന്നുള്ളതാണ്. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും സ്വലാത്ത് ചെല്ലണം. പണ്ഡിതന്മാരത് അവരുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വിശദീകരിക്കുന്നുണ്ട്. സ്വലാത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. ഞാൻ പറയണത് എന്തറിയോ, നമ്മുടെ ജീവിതത്തിൽ ഈമാനുള്ള ആളുകളാകാൻ നമ്മൾ ചെയ്യേണ്ടത് അമലുകൾ ചെയ്യുക, ഗഫ്ലത്തില്ലാതെ ജീവിക്കുക, പ്രാർത്ഥനകൾ ജീവിതത്തിൽ പതിവാക്കുക. അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ എന്ത് ചെയ്യും? നമ്മൾ ഈമാനുള്ള ആളുകളാകും. അമ്പിയാക്കളെ കുറിച്ച് അല്ലാഹു പറഞ്ഞ വാചകം എന്താ? നബിമാരെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്, ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്. ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? അമ്പിയാക്കളെ കുറിച്ച് പറയാം. അവര് നന്മയിൽ മത്സരിച്ച ആൾക്കാരാണെന്ന്. നന്മയിൽ മത്സരിച്ച ആൾക്കാർ. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിന്റെ വാതിൽ ആർക്ക് വേണ്ടി ആദ്യം തുറക്കുക? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയാണ് അല്ലെ? സ്വർഗത്തിന്റെ വാതിൽ ആദ്യം തുറക്കുന്ന നബിക്ക് വേണ്ടിയാണ്. ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഅസൂമാണ്. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. എല്ലാ പാപങ്ങളും പുറത്തിട്ടുണ്ട്. കാലിൽ നീര് കെട്ടുവോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ നിസ്കരിച്ചു. എന്തൊക്കെ നന്മയുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്! ഇത്രയൊക്കെ പ്രതിഫലമുണ്ടായിട്ടും, ഇത്രയൊക്കെ അജ്ർ ലഭിക്കും, ഇത്രമാത്രം ശ്രേഷ്ഠനായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ കാലിൽ നീര് കെട്ടോളം നിസ്കരിച്ചു. നന്മയിൽ മത്സരിക്കാൻ നബി. നബിനോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഇല്ല എന്ന് നബി പറയില്ല, കൊടുക്കും. നബി കൊടുക്കും. മനസ്സിലായി? അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം നന്മയിൽ മത്സരിച്ച ആളാണ്. ആ നബിന്റെ പിൻതലമുറയാണ് നമ്മൾ. ആ നബിയെ മാതൃകയാക്കുന്ന ആളുകളാണ് നമ്മൾ. കാലിൽ നീര് കെട്ടാൻ പോയിട്ട് ഒരു 5 മിനിറ്റ് സമയം രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ നമുക്ക് നേരല്ല. യുവാക്കൾ ആലോചിക്കണം, പ്രിയപ്പെട്ട സഹോദരികൾ ചിന്തിക്കണം, പറയുന്ന ഞാൻ ആലോചിക്കണം. തഹജ്ജുദ് നിസ്കാരം ഉണ്ടോ? രാത്രി നമ്മൾ നിസ്കരിക്കുന്നുണ്ടോ? എങ്ങനെ നമ്മൾ ഈമാൻ വർദ്ധിക്കുക? എങ്ങനെയാണ് ഈമാനുള്ള ആളുകളായി നമ്മൾ മാറുക? നന്മയിൽ മത്സരിക്കുന്ന ആളുകളായിരുന്നവരെങ്കിൽ അവർ പോയ അതേ സ്വർഗത്തിലാണ് നമ്മൾ പോകേണ്ടത്. അതുകൊണ്ട് എന്തു വേണം? അതുകൊണ്ട് ഗഫ്ലത്തില്ലാതെ, അശ്രദ്ധയില്ലാതെ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമ്മൾ തയ്യാർ. അവസരങ്ങൾ കിട്ടും. ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തിയ നഷ്ടമാണ് സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ പള്ളിയിൽ നടന്നൊരു സംഭവമുണ്ട്. മദീനത്തെ പള്ളിയിലേക്ക് അൻസാറുകളായ ഒരു കൂട്ടം ആളുകൾ വരികയാണ്. ആ അൻസാറുകൾ അവര് മദീനയുടെ മസ്ജിദുൻ നബവിയിൽ നിന്നൊരൽപ്പം ദൂരെയാണ് അവർ താമസിക്കുന്നത്. അവർക്കൊരു പ്രശ്നമുണ്ട്. അവരുടെ ഗ്രാമത്തിൽ, അവരുടെ നാട്ടിൽ വെള്ളത്തിന് ക്ഷാമമുണ്ടായി. വെള്ളം കിട്ടാതെ, വെള്ളമല്ല, കുടിക്കാൻ വെള്ളമല്ല, കുളിക്കാൻ വെള്ളമല്ല, കൃഷിക്ക് വെള്ളമല്ല, കന്നുകാലികൾക്കൊന്നിനും വെള്ളമല്ല. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് അവർ പറഞ്ഞു, നമ്മൾ നബിൻ്റെ സ്വഹാബികളാണ്, നമുക്കൊരു കാര്യം, നമ്മൾ വലിയ പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സമീപത്ത് പോയി നമുക്ക് ചോദിക്കാം, നബിയെ നിങ്ങളൊന്ന് ഞങ്ങൾക്ക് വേണ്ടി വെള്ളത്തിന് ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. കാരണം നബി ഇജാബത്തുള്ള ആളാണ്. നബിയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. അങ്ങനെ നമുക്ക് വെള്ളം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ആ ഗോത്രത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ ഒരു വഫ്ദിനെ, ഒരു സംഘം ആളുകളെ മസ്ജിദുൻ നബവിയിലേക്ക് ആ നാട്ടുകാർ പറഞ്ഞേക്കാണ്. അൻസാറുകളായ ആ ആളുകൾ പറഞ്ഞേക്കാണ്. അങ്ങനെ അവർ ഏതാനും ചില ആളുകൾ ആ പള്ളിയിലേക്ക്, നബിയുടെ പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു വന്നു. നബി അവരെ കണ്ടു. അവർ വരുന്നത് നബി കണ്ടു. നബിക്കറിയില്ല അവരെന്തിനാണ് വരുന്നത് എന്ന് നബിക്കറിയില്ല. ഹദീത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കണ്ട ഉടനെ പറഞ്ഞു, മർഹബൻ ബിൽ അൻസാർ, മർഹബൻ ബിൽ അൻസാർ, അല്ലയോ അൻസാറുകളെ, നിങ്ങൾക്ക് സ്വാഗതം, നിങ്ങൾക്ക് സ്വാഗതം. നബിന്റെ അടുത്ത വാചകം എന്തറിയോ? നബി പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലാ തസ്അലൂനി അൽയൗമ ശൈഅൻ ഇല്ലാ അഅതൈതുകുമുഹു. അല്ലാഹുവാണ് സത്യം, ഇന്ന് നിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്കത് നൽകും. നബിക്കറിയില്ല അവരെന്തിനാ വരുന്നത്, നബിക്കറിയില്ല. പക്ഷെ നബി അവരോട് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്കത് നൽകും. എന്തിനാ അവർ വരുന്നത്?
വെള്ളം ചോദിക്കാനാണ്. വെള്ളമല്ല അവർക്ക്, പ്രയാസത്തിലാണ് അവർ. കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത ബുദ്ധിമുട്ടിലാണ്. അവർക്കത് ചോദിച്ചാൽ മതി, അപ്പം അതവർക്ക് കിട്ടും. കാരണം നബിയെ പറയണത്, ഞാൻ നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഞാനത് നൽകും. അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹിനോട് ഞാൻ പ്രാർത്ഥിക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന. അപ്പം ആ കൂട്ടത്തിലെ ഒരാൾ പറഞ്ഞു, ഫഖാല ബഅദുഹും ലിബഅദ്, ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ചോദിക്കാനായിട്ടില്ല, പറയാനായിട്ടില്ല, നമ്മൾ വന്ന കാര്യം പറയാനായിട്ടില്ല. എന്നിട്ട് അവർ ശൂറ നടത്തിയതാണ്, അവർ കൂടിയാലോചന നടത്തി. എന്നിട്ട് അവർ നബിയുടെ മുമ്പിലേക്ക് വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, നബിയെ, നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ എന്ത് ചോദിച്ചാലും ഞങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞല്ലോ. നബിയെ, ഉദ്ഉല്ലാഹ ലനാ ബിൽ മഗ്ഫിറ, ഉദ്ഉല്ലാഹ ലനാ ബിൽ മഗ്ഫിറ. നബിയെ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പാപമോചനത്തിന് ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങൾ സ്വർഗാവകാശികളാകാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അവർ വന്ന കാര്യം അവർ മറന്നു, അവർ വന്ന കാര്യം അവർ മറന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുക? അവർ നബിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗഫിർ ലി അൻസാർ, അല്ലാഹുവേ അൻസാറുകളായ ഈ ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. തീർന്നില്ല, നബി പ്രാർത്ഥിച്ചു, വലി അബ്നാഇൽ അൻസാർ, അൻസാറുകളുടെ മക്കൾക്കും നീ പുറത്തു കൊടുക്കണം. നിർത്തിയില്ല നബി. നബി വീണ്ടും പറഞ്ഞു, വലി അബ്നാഇൽ അൻസാർ, അല്ലാഹുവേ അൻസാറുകളായ ഈ ആളുകൾക്ക്, അവരുടെ മക്കൾക്ക് 3 തലമുറക്ക് പാപമോചനത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. സഹോദരങ്ങളെ, ചരിത്രത്തിൽ തങ്ങൾക്ക് ലഭിച്ച അവസരത്തെ ഉപയോഗപ്പെടുത്തിയ ആളുകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ആളുകളെ നമ്മൾ മുന്നിൽ കൊണ്ടുപോയി വെക്കും. എന്തുകൊണ്ടറിയോ? അവർക്കൊരു അവസരം കിട്ടി, അതാണ് ഉപയോഗിച്ചു. അവരുടെ വന്ന ആവശ്യം അവർ മറന്നിട്ട് അവർ സ്വർഗം നേടി അവർ തിരിച്ചു പോയത്. അല്ലാഹു നമുക്കും അവസരങ്ങൾ നൽകും, നന്മകൾ ചെയ്യാൻ, ഈമാനുള്ളവരാകാൻ അല്ലാഹു നമുക്ക് ഒരുപാട് അവസരം നൽകും. ത്വൽഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉഹുദ് മലയിലേക്ക് കയറാണ്. ഉഹുദ് മലയിൽ അദ്ദേഹം ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദ് മലയിലേക്ക് ഇങ്ങനെ കയറുന്നത് ത്വൽഹ റളിയല്ലാഹു അൻഹു കാണുന്നുണ്ട്. അപ്പൊ നബി ആ ഉഹുദിന്റെ മലയിലെ ഒരു പാറയുടെ മുകളിലേക്ക് കയറാൻ വേണ്ടി ഇങ്ങനെ പ്രയാസപ്പെടുകയാണ്. ഇത് കണ്ട ത്വൽഹ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നു നബിക്ക് തന്റെ മുതുക് കാണിച്ചു കൊടുത്തു, നബിക്ക് തന്റെ തോള് കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കാല് ത്വൽഹയുടെ തോളിൽ വെച്ച് ആ പാറയുടെ മുകളിൽ കയറി. അരങ്ങം അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അബൂ മൂസ അശ്അരി തന്നെ പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാറയുടെ മുകളിൽ കയറിയ ഉടനെ നബി പറഞ്ഞു, ഔജബ ത്വൽഹ, ഔജബ ത്വൽഹ, ത്വൽഹക്ക് സ്വർഗ്ഗം അനിവാര്യമായിരിക്കുന്നു. എന്തേ അദ്ദേഹം ചെയ്തത്? എന്തേ ത്വൽഹ റളിയല്ലാഹു ചെയ്തത്? നബിക്ക് മുതുക് കാണിച്ചു കൊടുത്തു, നബിക്ക് ചവിട്ടി കയറാൻ തന്റെ തോള് കാണിച്ചു കൊടുത്തു. നോക്കൂ നിങ്ങൾ, നന്മ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ അതിനെ അദ്ദേഹം ഉപയോഗപ്പെടുത്തി. അതിലൂടെ അദ്ദേഹം നേടിയത് എന്താ? സ്വർഗമാണ്. സ്വർഗമാണ് അദ്ദേഹം നേടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് പറഞ്ഞു, അതാ സ്വർഗത്തിൽ 2 ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഞാൻ കണ്ടു. സ്വഹാബികളോട് ചോദിച്ചു, നബിയെ, എന്തേ അവർ ചെയ്ത നന്മ എന്താണ്? അവരെന്തുകൊണ്ടാണ് സ്വർഗത്തിൽ പോയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവര് ജനങ്ങൾക്ക് പ്രയാസമായി നിന്നിരുന്ന മരം, ഒരു വൃക്ഷം അവർ മുറിച്ചു കളഞ്ഞു. വഴിയിൽ ബുദ്ധിമുട്ടായി നിന്ന ഒരു വൃക്ഷം അവർ മുറിച്ചു കളഞ്ഞു. അതിലൂടെയാണ് അവർക്ക് സ്വർഗം ലഭിച്ചത്. അതിലൂടെയാണ് അവർക്ക് സ്വർഗം ലഭിച്ചത്. നോക്കൂ നിങ്ങൾ, എന്തേ അവർ ചെയ്തത്? ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായ ഒരു മരം മുറിച്ചു കളഞ്ഞു. അതിലൂടെ നേടിയത് എന്താ? സ്വർഗമാണ്. സ്വർഗമാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സഹീഹുൽ ബുഖാരിയിൽ ഒരു പെണ്ണിനെ കുറിച്ച് ചർച്ച ഉണ്ട്. എന്താ പെണ്ണിന്റെ പേര് അറിയോ? ബഗയ്യത്തായ സ്ത്രീ. ബഗയ്യത്തായ പെണ്ണ്. എന്താ ഈ ബഗയ്യത്തായ പെണ്ണ് എന്ന് പറഞ്ഞാൽ? മോശം പെണ്ണ്, വേശ്യയായ സ്ത്രീ. പക്ഷെ ആ ചരിത്രം വായിച്ചു നോക്കൂ നിങ്ങൾ, ഹദീത്ത് വായിച്ചു നോക്കൂ നിങ്ങൾ. ഹദീത്തിൽ എന്താ? അവൾ സ്വർഗാവകാശിയാണ്, ആ പെണ്ണിന് സ്വർഗമുണ്ട്. പേര് പോലും അറിയാത്ത ബഗയ്യത്തായ പെണ്ണിനെ കുറിച്ച് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പ്രവാചകന്റെ ഹദീത്ത് രേഖപ്പെടുത്തി വെച്ച് അവർ സ്വർഗത്തിലാണ്. എന്തേ കാരണം? ദാഹിച്ചു വലഞ്ഞൊരു നായക്ക് വെള്ളം കൊടുത്തു എന്നുള്ളതാ കാരണം. അല്ലാഹു അവസരം തരും. സ്വർഗം നേടിയെടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവസരങ്ങൾ നൽകും അല്ലാഹു. ആ അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഒരുപക്ഷെ നമ്മൾ യാത്ര ചെയ്യുന്ന ബസ്സിൽ നമ്മുടെ സീറ്റിൽ ഇരിക്കുമ്പോൾ പ്രായമുള്ള ഒരാൾ നമ്മുടെ സമീപത്ത് വന്ന് നിൽക്കുന്നത് കണ്ടാൽ അവിടെ ആരോഗ്യമുള്ളവൻ തിരിച്ചറിയണം, ഇതെനിക്കൊരു അവസരമാണ്, ഇതെനിക്കൊരു അവസരമാണ്. മനസ്സിലായില്ലേ? ഏത് അവസരമാണ്, ഏത് പ്രവൃത്തിയാണ്, ഏത് കർമ്മത്തിലൂടെയാണ് നമുക്ക് സ്വർഗം ലഭിക്കുക നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടുകൂടെ ജീവിക്കുക. ഈമാനുള്ളവരാകണോ? ശ്രദ്ധയോടുകൂടെ ജീവിക്കുക, കണ്ണു തുറന്ന് ജീവിക്കുക. അതാണ് 3-ാമത്തെ പോയിന്റ്. 4-ാമത്തെ കാര്യം ഞാനിത് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. 4-ാമത്തെ കാര്യം, പാപങ്ങൾ വർദ്ധിക്കുക എന്നുള്ളത്, പാപങ്ങൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഈമാനിനെ കുറക്കണ കാര്യമാണ്.
പാപങ്ങൾ ചെയ്യാന്നുള്ളത്. മനസ്സിലായി? അതുകൊണ്ട് തന്നെ തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് പരമാവധി അകന്നു നിന്നാൽ നമ്മുടെ ഈമാൻ എന്ത് ചെയ്യും? നമ്മുടെ ഈമാൻ വർദ്ധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ രാവിലെ മുസ്ലിം ആയിരിക്കും, വൈകുന്നേരം അവൻ കാഫിറാവുന്നതാണ്, ഈമാൻ നഷ്ടപ്പെടും. തെറ്റുകൾ സംഭവിച്ചാൽ നമ്മുടെ ഈമാൻ എന്ത് ചെയ്യും? കുറയും. മഹാനായ ഇമാം ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ ബിദായ വൻ നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ചരിത്രം, മുസ്ലിങ്ങളായ ആളുകൾ അവരൊരു നാട് കീഴടക്കാൻ വേണ്ടി അവർ പോവുകയാണ്. ഒരു മുസ്ലിങ്ങൾ സൈന്യം, ഒരു കൂട്ടം ആൾക്കാർ നാട് കീഴടക്കാൻ വേണ്ടി മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ്. ആ സൈന്യത്തിൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന, വിശുദ്ധ ഖുർആൻ നന്നായി പഠിച്ച ഒരാളുണ്ട്, ഹാഫിളായ ഒരാളുണ്ട്. അയാളും ആ സൈന്യത്തിൻ്റെ കൂടെ യുദ്ധത്തിന് പോവുകയാണ്. അങ്ങനെ അവരെന്ത് ചെയ്തു? അവര് ആ പ്രദേശത്തെത്തി, യുദ്ധം നടക്കേണ്ട സ്ഥലത്തെത്തി അവര്. അപ്പൊ ഈ ഖുർആൻ പഠിച്ചയാള് അവിടുന്ന് ഒരു പെണ്ണിനെ കണ്ടു, ഒരു സുന്ദരിയായ സ്ത്രീയെ കണ്ടു. അയാൾ അവളിൽ ആകൃഷ്ടനായി. അയാൾ മുസ്ലിങ്ങളുടെ ഈ യുദ്ധത്തിന് വന്ന ആ സൈന്യത്തിൽ നിന്ന് അയാൾ എന്ത് ചെയ്തു? ആ പെണ്ണിന്റെ പിറകെ പോയി, ആ പെണ്ണിന്റെ കൂടെ പോയി. അയാൾ ഹാഫിളാണ്, ഖുർആൻ പഠിച്ച ആളാണ്, ദീനുള്ള ആളാണ്, യുദ്ധത്തിന് വന്നതാണ്. അവിടുന്നാണ് അയാൾ എന്ത് ചെയ്യുന്നത്? അയാൾ ആ പെണ്ണിന്റെ പിറകെ പോയി. മുസ്ലിങ്ങൾ യുദ്ധം ചെയ്തു, മുസ്ലിങ്ങൾ ആ നാട് കീഴടക്കി. അങ്ങനെ കുറെ മുസ്ലിങ്ങളോട് വന്ന് താമസമാക്കി. ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾ പിൽക്കാലഘട്ടത്തിൽ അവർ പറയുന്നൊരു വാചകം ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അന്ന് ഞങ്ങളുടെ കൂടെ മുസ്ലിമായി ഹാഫിളായി യുദ്ധത്തിന് വന്ന് ഒരു പെണ്ണിനെ കണ്ട് ആ പെണ്ണിന്റെ പിറകെ പോയ മനുഷ്യനെ പിൽക്കാലഘട്ടത്തിൽ ഞങ്ങൾ ആ നാട്ടിൽ, മുസ്ലിങ്ങൾ ജയിച്ചടക്കിയ നാട്ടിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അയാളെ തെരുവുകളിൽ, അങ്ങാടികളിൽ ഞങ്ങൾ കാണാറുണ്ട്. അപ്പം ഞങ്ങൾ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഖുർആനൊക്കെ പഠിച്ച ആളല്ലേ, ആ ഖുർആനിലെ ആയത്തുകളൊക്കെ ഓർമ്മയുണ്ടോ? ഖുർആനിലെ സൂറത്തുകളൊക്കെ ഓർമ്മയുണ്ടോ? അപ്പം അയാൾ പറഞ്ഞു, ഇല്ല, ഖുർആനിലെ ആയത്തുകളൊക്കെ മറന്നുപോയി, ഒരായത്തൊഴികെ, റുബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ യഅലമൂൻ എന്ന് പറയുന്ന ആയത്തൊഴികെ ബാക്കിയൊക്കെ മറന്നുപോയി. സത്യനിഷേധികളായ ആളുകൾ ഒരു വേള ആലോചിച്ചു പോകും, ഞാൻ മുസ്ലിം ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ ആയത്ത് മാത്രം അയാൾക്ക് ഓർമ്മ ഉള്ളത്, ബാക്കിയൊക്കെ അയാൾ മറന്നുപോയി. ഞാൻ ഈ ചരിത്രം പറഞ്ഞ എന്തിനറിയോ? അയാൾ യുദ്ധത്തിന് പോയ ആളാണ്, അയാൾ ഹാഫിളാണ്, വിശുദ്ധ ഖുർആൻ പഠിച്ച ആളാണ്. പക്ഷെ നോക്കൂ നിങ്ങൾ, ഇസ്ലാം പാടില്ല എന്ന് പഠിപ്പിച്ച ഒരു അവിഹിതമായ ബന്ധത്തിലേക്ക് അയാൾ എടുത്തെറിയപ്പെട്ടു. അതിലൂടെ അയാൾ ഈമാൻ നശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിന്റെ 16-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇതേപോലെ ഒരു സംഭവം ഉദ്ധരിക്കുന്നത്. അൽ ബർസീസ എന്ന് പറയുന്ന ഒരു ആബിദായ മനുഷ്യന്റെ കഥ ഉദ്ധരിക്കുന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല. നന്നായി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ എടുത്ത് വായിച്ചാൽ മതി. ഇല്ലെങ്കിൽ ബർസീസ എന്ന് അറബി അറിയുന്ന ആൾക്കാർ ബർസീസ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഗൂഗിളിൽ അത് കിട്ടും. ഒരു ആബിദായ മനുഷ്യൻ, നല്ല മനുഷ്യനായിരുന്നു. അയാൾ ഒടുവിൽ എന്ത് ചെയ്തു? ദീനിൽ തെറ്റി പോകുകയാണ്. അതിനെക്കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, പാപങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ദീനും തെറിച്ചു പോകും. അപ്പം നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ, അതേപോലെ തന്നെ നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും എന്ത് വേണം? നമ്മൾ പാപങ്ങൾ ചെയ്യാതെ ജീവിക്കണം. മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഅലൈക ബികത്റത്തിൽ മഅറൂഫി യുൻസിഖുല്ലാഹു ഫീ ഖബരിക. നന്മ വർദ്ധിപ്പിക്കുന്നതിനെ നീ മുറുകെ പിടിക്കുക, എങ്കിൽ നിന്റെ ഖബറിൽ അള്ളാഹു നിനക്ക് നല്ല കൂട്ടുകാരനെ നൽകും. മുഴുവൻ ഹറാമുകളെ നീ വെടിയുക, എങ്കിൽ എന്തു ചെയ്യും? തജിദു ഹലാവത്തൽ ഈമാൻ, എങ്കിൽ നീ ഈമാനിന്റെ മാധുര്യം കണ്ടെത്തുന്നതാണ്. നന്മകൾ എന്ത് ചെയ്യുക, തിന്മകളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന് മാറി നിന്നാൽ ഈമാൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈമാൻ വർദ്ധിക്കാനുള്ള വഴി എന്താ? പാപങ്ങൾ കുറക്കുക, അതേപോലെ തന്നെ നന്മകൾ വർദ്ധിപ്പിക്കുക എന്ന്. വ്യഭിചരിക്കുന്ന ആൾക്കാരുണ്ട്, മദ്യപിക്കുന്ന ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ മോഷ്ടിക്കുന്ന ആൾക്കാരുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പാപങ്ങളെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഒരാൾ വ്യഭിചരിക്കുന്ന സമയത്ത് അയാളുടെ ഈമാൻ നഷ്ടപ്പെടും. അയാളുടെ ഈമാൻ ഒരു കുട പോലെ അയാളുടെ ആകാശത്ത് വന്നു നിൽക്കുന്നതാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു വിശ്വാസിയായ ഒരാൾ വ്യഭിചരിക്കുകയാണെങ്കിൽ അയാളുടെ ശരീരത്തിൽ നിന്ന്, അയാളുടെ ആത്മാവിൽ നിന്ന് ഈമാൻ എന്ത് ചെയ്യും? ഒരു കുട പോലെ ഉയർന്നു പോകും, എന്നിട്ട് മുകളിൽ നിൽക്കും. എന്നിട്ട് അയാൾ ആ വ്യഭിചരിച്ച് കഴിഞ്ഞ് ആ തോന്നിയാസങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അയാളിലേക്ക് അയാളുടെ ഈമാൻ തിരിച്ചു വരുള്ളൂ. കാരണം ഈമാനുള്ള അവസ്ഥയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വ്യഭിചരിക്കാൻ പറ്റില്ല, മോഷ്ടിക്കാൻ പറ്റില്ല. ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. മദ്യപിക്കുന്ന ആളുകൾ ഏത് തെറ്റ് ചെയ്താലും ഈമാനുള്ള ഒരാൾക്ക് തെറ്റുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈമാനുള്ള അവസ്ഥയിൽ ചെയ്യാൻ സാധിക്കില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ പാപങ്ങൾ എന്ത് ചെയ്യണം? കുറക്കണം.
പാപങ്ങളിൽ നകന്നു നിൽക്കണം, നന്മകൾ വർദ്ധിപ്പിക്കണം. അവസാനത്തെ പോയിന്റ്, ആരാധനയിൽ ഭക്തിയില്ലാതാവുക എന്നുള്ളത് നമ്മുടെ ഈമാൻ കുറഞ്ഞതിൻ്റെ അടയാളാണ്. ആരാധനയിൽ ഭക്തിയില്ലാതാവുക എന്നുള്ളത് ഈമാൻ കുറഞ്ഞതിൻ്റെ അടയാളാണ്. അതുകൊണ്ട് എന്ത് വേണം? ആരാധനകളിൽ ഭക്തി ഉണ്ടാകണം. ഒരു പ്രാർത്ഥന ഞാൻ പറയാം, നിങ്ങൾ അറിയുന്ന ആൾക്കാരുണ്ടാകും, അറിയാത്ത ആൾക്കാരുണ്ടാകും. നിങ്ങൾ പഠിക്കേണ്ട പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശഅ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശഅ. എന്താ പ്രാർത്ഥന അർത്ഥം? അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. എങ്ങനെ? മിൻ ഖൽബിൻ ലാ യഖ്ശഅ, ഭക്തിയില്ലാത്ത, തഖ്വയില്ലാത്ത, സൂക്ഷ്മതയില്ലാത്ത മനസ്സിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അതേപോലെ തന്നെ വമിൻ ദുആഇൻ ലാ യുസ്മഅ, സ്വീകരിക്കപ്പെടാത്ത പ്രാർത്ഥനയിൽ നിന്ന്, വമിൻ നഫ്സിൻ ലാ തശ്ബഅ, ആർത്തിയടങ്ങാത്ത മനസ്സിൽ നിന്ന്, വമിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരമില്ലാത്ത അറിവിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് കാവൽ ചോദിച്ചു. 4 കാര്യങ്ങളാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ, ആ രീതിയിലും വന്നു, പല രീതിയിൽ പല വാചകങ്ങളിൽ പ്രാർത്ഥന വന്നിട്ടുണ്ട്. ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. ഉപകാരമില്ലാത്ത അറിവ്, ഭക്തിയില്ലാത്ത മനസ്സ്, ആർത്തിയടങ്ങാത്ത ഹൃദയം, അതേപോലെ തന്നെ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന. നബി പ്രാർത്ഥിച്ച കാര്യമാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, പടച്ചോനെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്ന മോശമായ സ്വഭാവത്തിൽ നിന്ന്, മോശമായ ഇച്ഛകളിൽ നിന്ന്, മോശമായ പ്രവർത്തികളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ നടത്തി നമുക്ക് കാണാൻ പറ്റും. ഭക്തി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം, തഖ്വ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ഈമാനിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. അതിന് വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, സുന്നത്തുകൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാകാൻ വേണ്ടി എന്ത് ചെയ്യുക? നമ്മൾ അധ്വാനിക്കുക, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന, ഖുർആന് കൊണ്ട്, സുന്നത്ത് കൊണ്ട് ഈമാൻ വർദ്ധിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയങ്കരനായ ഹാരിസ് മൗലവി, അള്ളാഹു അദ്ദേഹത്തിൻ്റെ അസുഖം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പരിചയക്കാരിൽ ധാരാളം രോഗികളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഷിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.